രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രധാത്രീം. ആളല്ല ഞാൻ അമ്മയെ വിട്ടുപോകാൻ, അമ്മയ്ക്കു ഞാൻ പോകിലുമെന്തു ഛേദം. അമ്മയ്ക്കിനി മക്കൾ വേറെയുണ്ടാം, എന്നാൽ എനിക്കില്ലിനി അമ്മ വേറെ. തൃക്കാൽ രണ്ടും പിണച്ച ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും കൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴുന്നേൻ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. കാരുണ്യസിന്ധുവായ ഈ അമ്മയുടെ തിരുമുമ്പിൽ എത്രയാ സൗന്ദര്യം എന്ന് പറയാൻ വയ്യാത്ത സൗന്ദര്യത്തിന്റെ പര്യായമായ ഈ അമ്മയുടെ തിരുമുമ്പിൽ വന്ന നിമിഷം മുതൽ എന്തെന്നില്ലാത്ത ആനന്ദത്തിലാണ്. കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് വിദേശത്ത് കൂടിയിട്ട് ഏകദേശം 10,000 വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. കൂത്തും പാഠകവും പ്രഭാഷണമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടിയിട്ടുള്ള ആ വലിയ അനുഭൂതി ഈ കൽപ്പടവുകൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കാലിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ മൂകാംബികാദേവിയായി സച്ചിദാനന്ദ സ്വരൂപിണിയായി ഭക്തനെ പ്രേമത്തോടെ കെട്ടിപ്പിടിക്കുന്ന വാരി പുണരുന്ന ഈ അമ്മയുടെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാനാവില്ല. ഈ അമ്മയുടെ തിരുമുമ്പിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും, രാഘവേന്ദ്രനും, എൻ്റെ പ്രിയ സുഹൃത്ത്, സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ എല്ലാ ആളുകളോടുള്ള എൻ്റെ ഇഷ്ടം, സ്നേഹം ആദ്യം അറിയിക്കുകയാണ്. കണ്ണൻ്റെ കഥകൾ പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ചാക്യാർ കൂത്ത് പരിപാടികളുമായിട്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന കാലത്ത് പെട്ടെന്ന് ഒരു കോവിഡ് കടന്നു വന്നു. എല്ലാ പരിപാടികളും ക്യാൻസലായി. വരുന്ന ഫോൺ കോൾ മുഴുവൻ പരിപാടി ക്യാൻസലേഷനാണ്. ആ സമയത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള മഹാദേവന്റെ തിരുമുമ്പിൽ ആലിൻ്റെ ചോട്ടിൽ ആ വിളക്ക് നേരെ നോക്കിയാൽ ഭഗവാനെ കാണും. ആലിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് ശങ്കരാന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ എല്ലാമായ കണ്ണൻ്റെ കഥ അവിടെ വെച്ച് പറഞ്ഞു. എൻ്റെ മകൻ അത് റെക്കോർഡ് ചെയ്തു. അതൊന്ന് വെറുതെ FB-യിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഇട്ടു. അവിടെ നിന്ന് ആ കണ്ണൻ്റെ കഥകൾ പടർന്ന് പന്തലിച്ചു. ആ കഥ കേട്ടിട്ടാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഈ അമ്മയുടെ തിരുമുമ്പിൽ ഇരുന്ന് കണ്ണൻ്റെ കഥ പറയണോ എന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഈ കണ്ണനാണ്. വാള് മാറ്റി കുഴലെടുത്താൽ കാളി തന്നെ കണ്ണൻ. കുറച്ച് ഡിലീന്ന് കുറച്ച് കൂട്ടും. വാള് മാറ്റി കുഴലെടുത്ത് രണ്ടുപേരും ഒരേ നിറം, ഒരേ ഭാവമാണ് രണ്ടുപേർക്കും. നമ്മൾ ഈ നടയിൽ വന്ന എന്തൊക്കെയാ പറയുക അമ്മയോട്, അല്ലേ? എന്തൊരു ഭക്തി, എന്തൊരു ഇഷ്ടമാണ് നമുക്ക്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ചില പോരായുണ്ടോ സംശയമുണ്ട്. നമ്മൾ വെളുപ്പാങ്കാലത്ത് നിന്ന് തൊഴാൻ വരും. എന്തായാലും വാക്കുണ്ടല്ലോ, നിർമാല്യം തൊഴുക, അല്ലേ? അവിടെ വന്ന് നാരായണ അമ്മയെ മഹാമായെ വരുമ്പോൾ വലിയ ഭക്തി വയ്ക്കുക. ത്രിദശമണി മകുട കോടി രസംഘട്ടിത ചരണാരവിന്ദ് ഗായത്രി സാവിത്രി സരസ്വതി എന്നൊക്കെ പറഞ്ഞു നടയേണ്ട തുറക്കുമ്പോഴേക്കും നമ്മൾ കരഞ്ഞുകൊണ്ട് അമ്മേ, എൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല, കൂട്ടുകാരികളുടെ ഒക്കെ കഴിഞ്ഞു, ഇവിടെ എത്ര വിളക്ക് കത്തിച്ചു, ഞാൻ ഇവിടെ എത്ര പൈസ പെണ്ണാർത്തിട്ടു, ഇന്നലെ 101 രൂപ ഇട്ടുണ്ട്, അറിയോ? അമ്മ പറയും നടക്കട്ടെ.
പിറ്റേ ദിവസം പിന്നെ കാലത്ത് പിന്നെയും ചെല്ലും നമ്മള്. ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ തലയെ കെട്ടി വെച്ചത്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സങ്കടമല്ലേ ഉണ്ടായുള്ളൂ. എന്നാ അത് പോട്ടെ, അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്താ പറയണേന്ന്. എന്നാ അത് പോട്ടെ, പിറ്റേ ദിവസം പിന്നെയും ചെല്ലും. അപ്പോഴേക്കും അങ്ങനെ എടുത്തോ, ഒരെണ്ണം ഇങ്ങനെ തേലും വേണ്ടില്ലേ, അത് പോയില്ലേ. ഭഗവതി എന്ത് ചെയ്യും? ചിലരങ്ങനെയല്ല, വിവാഹമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, അമ്മേ ഒരു കുട്ടി ഉണ്ടാവണം, മോഹമുണ്ട്, ഒരു കുഞ്ഞിക്കാലുണ്ടായി കാണണം, ഒരു കുഞ്ഞിക്കാല് വേണം. ഒരു കുട്ടി ഉണ്ടാവും, ഒരു കാല് കുഞ്ഞിക്കാലാവും. പിറ്റേ ദിവസം പിന്നെ ചെല്ലേ. ഇങ്ങനെയാക്കി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സങ്കടല്ലേ. ഭഗവതി എന്ത് ചെയ്യും ആലോചിച്ചോ. ഞങ്ങളുടെ അവിടെ ഒരാള് ഒരു ഗണപതി ക്ഷേത്രത്തില് മകളുടെ വിവാഹം നടക്കാൻ പോകും. അപ്പോൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി, അത് മഴ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നല്ലോ, മഴ പെയ്യാതിരിക്കാൻ വേണ്ടി 101 നാളികേരമൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് പോയി. അവിടെ ചെന്നിട്ട് അയാൾ തിരിച്ചു വന്നു തൊഴുത്. അയാൾ ആ ചാക്കിൽ തേങ്ങ വീണ്ടും കാറിലിട്ട് തിരിച്ചു കൊണ്ട് നിൽക്കാം. അപ്പം ഞാൻ ചോദിച്ചു, കേടാ എന്താ നീ നാളികേരം കൊണ്ടിട്ട് അത് അടിക്കാണ്ട് കൊണ്ടുവന്നേ? വേറൊരാളോട് 200 നാളികേരം പൊട്ടിച്ചുകൊണ്ടിരിക്കും. എന്തിനാ? നാളെ മഴ പെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കൊണ്ടിട്ട് ഈ 100 വെറുതെ പൊട്ടിച്ച് കാശ് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും ഈ അമ്മയോട് കണ്ണനോട് വ്യവഹരിക്കേണ്ടത് നമ്മുടെ രീതിയിലാണ്. ഒരു വലിയ മുതലാളി ഭഗവാനോട് ചോദിച്ചു, കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഏത് മാലയാ പറഞ്ഞോളൂ, അത് തരാം. താമരമാല വേണോ, ചെത്തിപ്പൂമാല വേണോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തിയും തുളസിയും അല്ലേ, എന്തൊരു ഭംഗിയാണ്. ആ ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് നോക്കിയാൽ, ശ്രീലകത്തേക്ക് നോക്കിയാൽ എന്തൊരു ഭംഗിയാ. ചെത്തിമാലയൊക്കെ ഇട്ട് അണിഞ്ഞ് കാല് രണ്ടും പിണച്ച് ഓടക്കുഴൽ കൈ പിടിച്ച് തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും കൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേണ നിത്യം മമ ഹൃദി കളിയാടിടുവൻ കൈതൊഴുന്നീർ. ആ കണ്ണനെ കണ്ട എന്തൊരു ഭംഗിയാ. ആ കണ്ണനോടാ ചോദിച്ചത് ആ മുതലാളി, കണ്ണാ നിനക്ക് ഏത് മാലയാണ് വേണ്ടേ ചോദിച്ചു. അപ്പം കണ്ണൻ പറയും, എനിക്ക് എല്ലാ മാലയും ഇഷ്ടമാണല്ലോ, തുളസിമാല ഇഷ്ടമാണ്, താമരമാല ഇഷ്ടമാണ്. അതല്ല, നിന്റെ ഫേവറേറ്റ് മാല ഏതാന്ന് പറ, അത് ഞാൻ തരാം, ഇഷ്ടം പോലെ പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ എനിക്ക് നോട്ടുമാല മതി, അതാ ഇഷ്ടമാണ്. കാരണം അയാൾ വ്യവഹരിക്കുന്ന നോട്ടുകളുമായിട്ടാണ്. പല അത്ഭുത സിദ്ധികൾ തരുന്ന ഈശ്വരന്മാരുണ്ടാവാം, ചോദിച്ചതും ചോദിക്കാത്തൊക്കെ തരുന്നവരുണ്ടാവും. പക്ഷെ ഈ കണ്ണൻ, ആ കണ്ണൻ്റെ കാരുണ്യം. കൽപ്പകവൃക്ഷം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൽപ്പകവൃക്ഷം എന്ത് ചോദിച്ചാലും കിട്ടുമത്രേ. പണ്ട് ഒരാൾ വഴി നടന്ന് ക്ഷീണിച്ച് വല്ലാണ്ട് രാത്രി 11 മണിയായി, വയ്യാണ്ടായി. ഒരാലിൻ്റെ ചോട്ടിൽ വന്നിരുന്നു, അമ്പലത്തിൻ്റെ ആലിൻ്റെ ചോടാണ്. അവിടെ ഇരുന്നപ്പോൾ ഒത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നു. നോക്കിയപ്പോൾ ഒരു കൂജ നിറച്ച് വെള്ളം. സന്തോഷമായി അദ്ദേഹം, നല്ല വെള്ളമാണല്ലോ, ഒന്ന് കുടിച്ചു നോക്കാം. ഇത് ജ്യൂസാണോ തോന്നണം അല്ലേ, എന്തൊരു മധുരം, കൊള്ളാം. വെള്ളമൊക്കെ കുടിച്ചു. ഒന്ന് ഊണ് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒത്തിരി നല്ല വിശക്കുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആലിൻ്റെ ചോട്ടിൽ ഗംഭീരമായിട്ട് ഇലയിട്ടേക്കണം. അവിടെ എന്തൊക്കെ വിഭവങ്ങളാ, പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിട്ടിക്കിട്ടി, പാൽപ്പായസം, പഞ്ചാരപ്പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, വായന്ന് വെള്ളം വരണമൊക്കെ കാണാം. ഗംഭീരമായിട്ടുള്ള സദ്യ കൊണ്ട് വിളമ്പോ വലിയ കൊട്ടയിലാണ് വിളമ്പണത്. അതിന് സന്തോഷമായി. പായസമൊക്കെ കേമയിട്ട് എന്തൊരു സ്വാദ്. ഗ്ലാസ്സിൽ പിടിച്ച് ഇങ്ങനെ മുക്കി കുടിക്കുകയല്ല ചെയ്യണേ, കേമായിട്ട് കയ്യിലെടുത്ത് നല്ല ചുട്ടുക്കനുള്ള പായസം അപ്പം തന്നെ കയ്യിലെടുക്കണം, എന്നാലേ കയ്യിൽ കൊണ്ടുള്ളൂ അല്ലേ. അപ്പം ഇവിടുന്ന് അത് നിൽക്കാം. പായസമൊക്കെ കഴിച്ചു. അവിടെ നിൽക്കുമ്പോൾ ഒരു കുടം വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് കൈ കഴിയും. അത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അത്ര വയറ് ഉയർത്തി കഴിഞ്ഞു. ഒന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ അങ്ങാപ്പുറത്ത് കട്ടിൽ കൊണ്ടിട്ടേക്കണം. അപ്പോൾ തലേണയും പായയും നല്ല വിരിയും വെൽവെറ്റിൻ്റെ പുതപ്പൊക്കെ വിരിച്ചിട്ടുണ്ട്. സുഖമായി അവിടെ കിടന്നു. ഇത് ആലോചിച്ചു. ഈ കഥയൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കേൾപ്പിക്കും. എൻ്റെ സ്വഭാവം അതാ, എവിടെ പോയാലും ആ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. നിങ്ങൾ ആരെങ്കിലും ഭർത്താക്കന്മാർ പുറത്ത് പോയിട്ട് വന്ന വിശേഷമൊക്കെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ടോ? ഇല്ല. എൻ്റെ ഭാര്യയുടെ ഒരു ഭാഗ്യം നോക്കൂ. ഞാൻ എല്ലാ സ്ഥലത്തും പോയാലും അവിടുത്തെ കഥയൊക്കെ അവളെ പറഞ്ഞാൽ കേൾപ്പിക്കും. എന്ന് വിചാരിച്ച് നിങ്ങളാരും നാളെ മുതൽ ഭർത്താക്കന്മാരെ എല്ലാ കഥയും പറഞ്ഞു കേൾപ്പിക്കുന്നത് പറയരുത്. കാരണം എല്ലാ കഥയും പറഞ്ഞു കേൾപ്പിച്ചാൽ ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ അത് ആരും എൻ്റെ ഭാര്യ വിശ്വസിക്കാറൊന്നുമില്ല.
അതെന്താ കാരണം? ഞാൻ അധികം നുണയാ പറയാം. പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഇപ്പം ഇവിടുത്തെ കഥയൊക്കെ അവിടെ ചെന്ന് പറയും. ഞാൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു BMW കാർ ചവിട്ടി നിർത്തി. എന്താ സാർ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ വരെയായിരിക്കും കാറെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ BMW വന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും എത്ര സുന്ദരിമാരാണെന്നറിയോ. താരമൊക്കെ എടുത്ത് നോക്കൂ, ഇവിടെ സുന്ദരിമാർക്ക് ഇഷ്ടമാവില്ല, ഇഷ്ടംപോലെ സുന്ദരിമാരല്ലേ. ചിലരെ കണ്ടാൽ തന്നെ പേടിയോ അല്ലേ? താടകை ബോധനല്ലേ. അപ്പോൾ ഇവിടെ എന്നിങ്ങനെ സ്വീകരിച്ചു. ഇതൊക്കെയാണ് ഞാൻ പറയാം. അപ്പോൾ അവൾക്കറിയാം ഇതിൻ്റെ പകുതി സംഭവം ഉണ്ടായിട്ടുള്ളൂ. BMW വന്നു, ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് അവൾ വിചാരിക്കുക. അപ്പോൾ ഇയാൾ വിചാരിക്കുക അതുപോലെ ഈ ആലിൻ്റെ ചോട്ടിലേക്ക് കിടന്നിട്ട് ഈ കഥ മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞ് കേൾപ്പിക്കും. എനിക്ക് വെള്ളം കുടിക്കണം തോന്നി, വെള്ളം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കണം തോന്നി, പാൽപ്പായസവും പഞ്ചാരപ്പായസവും പഴപ്രഥമനും വടപ്രഥമനും ചക്കപ്രഥമനും ഒക്കെ കുട്ടിയെ സുഖമായിട്ടുണ്ടു. അത് കഴിഞ്ഞ് കിടക്കണം നോക്കിയപ്പോഴത്തേക്കും കട്ടിൽ കിടക്കണു, വലിയ തലയണ, എന്തൊരു സുഖമായിരുന്നു. അല്ല, ഞാൻ ആലോചിക്കുക അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ദേ വരുന്നു അവള്. ഇതെങ്ങനെയാ അവളിപ്പോൾ വരണേ? ഒരു 7 മണി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം ലോകത്തുള്ള സകല ജന്തുക്കളെ അവൾക്ക് പേടിയാണ്. ചിലപ്പോൾ അയ്യോ പറഞ്ഞു. ഞാൻ പേടിച്ച് നോക്കുമ്പോൾ ഒരു പാറ്റ അതിൽ കൂടെ പറന്നു പോയാൽ പേടിയാണ്. അവൾക്ക് ലോകത്ത് പേടിയില്ലാണ്ട് ഒരൊറ്റ ആളുകളാണ് ഞാൻ. എന്നെ ഒരു പേടിയില്ല. പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ. എനിക്ക് ലോകത്ത് ഒരുത്തരം പേടിയില്ലാത്തവനാണ്. എനിക്ക് ആകെ പേടി അവളെ മാത്രമേ ഉള്ളൂ. അല്ലേ? എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഭാര്യയെ പേടിക്കണത്? ഞാൻ എൻ്റെ ഭാര്യയെ ഇന്നലെ മുട്ടുകാലം നിർത്തി 1 മണിക്കൂർ, നിനക്കറിയാവോ? അപ്പോൾ എനിക്ക് അതിനൊരു വലിയ ബഹുമാനം തന്നെ. കൊള്ളാലോ നിങ്ങൾ. ഞാൻ എന്നിട്ട് ആ കൂട്ടുകാരൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇന്നലെ നിന്നെ മുട്ടുകാലം നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ എന്താ സംഭവം? കാലത്ത് ഒറ്റ ഓടിച്ചിട്ട് അവൻ ഓടി കട്ടിലടി കയറി. ഞാൻ മുട്ടുകാലം വന്നിട്ട് ഇങ്ങനെ അറിയാടാ അവിടെ വാടാ അങ്ങനെ നിന്നാ. അപ്പോൾ ഇതാരാ? എൻ്റെ ഭാര്യയാണോ നോക്കി? ഭാര്യ വരണത്. പക്ഷെ അവൾ ഈ രാത്രി 11 മണിക്ക് ഇങ്ങോട്ട് വരുമോ? ഇനി അതുപോലെ യക്ഷിയെ പറ്റിയാണോ? ഈ യക്ഷിയാണോ ഭാര്യയാണോ സംശയിക്കാനില്ലല്ലോ അല്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ. ഇവിടെ അംഗസംഖ്യ കൂടുതൽ, എല്ലാവരും ചാടി ഇങ്ങോട്ട് കയറിയ അല്ലേ എൻ്റെ കാര്യം തീരും അല്ലേ? പക്ഷെ ഇത് ഭാര്യയാണോ യക്ഷിയാണോ? യക്ഷിയും ഭാര്യ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അറിയാം? യക്ഷി രാത്രി മാത്രമേ പ്രത്യക്ഷപ്പെടുള്ളൂ. ഭാര്യ രാത്രി പ്രത്യക്ഷപ്പെടും, പകലും പ്രത്യക്ഷപ്പെടും. യക്ഷിയുടെ കൈ കിട്ടിയാൽ നഖവും പല്ലും തലമുടിയും അവൾ തിന്നില്ല അത്രേ. ഭാര്യയുടെ കൈ കിട്ടിയാൽ അവൾ അതും കൂടി തിന്നും ചിലപ്പോൾ അല്ലേ? യക്ഷിയെ നല്ല മന്ത്രവാദികളെ കണ്ടുപിടിച്ചാൽ പാലയമ തറയ്ക്കാൻ പറ്റും. മന്ത്രവാദിയുടെ ഭാര്യ മന്ത്രവാദിയെ പാലയമ തറയ്ക്കും. അപ്പൊ ഇത് ഭാര്യയാണോ യക്ഷിയാണോ? അല്ല, ഇത് യക്ഷിയാണ്. ഇവിടെ യക്ഷിയായി കഴിഞ്ഞു. തലമുട്ടി കഴിച്ചിട്ട് കണ്ണൊക്കെ ഉരുട്ടി പിടിച്ച് ദമിട്ടായിട്ട് എന്നെ പിടിച്ച് തിന്നുകയും കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? അയാൾ വിശ്രമിക്കാനിരുന്ന ആ മരം കൽപ്പക വൃക്ഷകൻ. അതിൻ്റെ ചോട്ടിലിരുന്ന് എന്ത് വിചാരിച്ചാലും കിട്ടും. പക്ഷേ അനർത്ഥം സംഭവിക്കും, അർത്ഥവും സംഭവിക്കും. നല്ലതുണ്ടായി, കുറച്ച് വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടിയല്ലോ, ഭക്ഷണം കിട്ടി, കിടക്കാൻ പറ്റി. അത് ഭാര്യയാണ് വന്നിരുന്നെങ്കിൽ ഭാര്യ വന്നു. അത് യക്ഷിയാണോ എന്ന് വെച്ചാൽ യക്ഷിയായി എന്നെ പിടിച്ച് തിന്നു തീറ്റയും കഴിഞ്ഞു. ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ പല മൂർത്തികളുണ്ടാവാം. പക്ഷേ ചോദിച്ചതും ചോദിക്കാത്തതും വേണ്ടതും വേണ്ടാത്തതെന്നില്ല. ഭക്തന് സർവസ്വവും വാരിക്കോരി കൊടുക്കുന്ന ഒരു ഈശ്വരൻ കണ്ണനല്ലാതെ, സാക്ഷാൽ ആ ഗുരുവായൂരപ്പനല്ലാതെ, ഈ അമ്മയല്ലാതെ വേറെ ആരുമില്ല ലോകത്ത്. സാക്ഷാൽ കാളിയും കണ്ണനും ഒന്ന് തന്നെയാണ്. ഈ അമ്മയും കണ്ണനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വാള് മാറ്റി കുഴലെടുത്താൽ കാളി തന്നെ കണ്ണൻ. ഒരു വ്യത്യാസമില്ല. അത്ര ഇതാ. അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കേണ്ടത്, എൻ്റെ മകളുടെ വിവാഹം നടക്കണേ അല്ലേ, അങ്ങാപ്പുറത്ത് രാമൻ ചേട്ടൻ്റെ കാലൊടിയണേ ഭഗവാനെ വരുന്നത് സമർപ്പിക്കാൻ പറ്റണം. പണ്ടൊരാൾ വഴി കൂടെ പോകുമ്പോൾ പ്രാർത്ഥിച്ചു, ഒരു 50,000 രൂപ വഴി കിടന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കൃഷ്ണ, ഞാനപ്പം ഗുരുവായൂർക്ക് വരുന്നുണ്ടോ, 25,000 രൂപ എൻ്റെ ഗുരുവായൂരപ്പന് തന്നിട്ട് എനിക്ക് വേറെ പണിയുള്ളൂ കണ്ണാ. അയാൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പേഴ്സ് കിടന്നു. എനിക്ക് സന്തോഷമല്ല സങ്കടം വന്നത്. ഉറപ്പായിട്ട് അതിൽ 50,000 ഉണ്ടാവും. 25,000 ഗുരുവായൂർ കൊണ്ട് കൊടുക്കണമല്ലോ ഈശ്വര. അയാൾ ആ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 50,000 രൂപ എണ്ണി. കുറച്ചെണ്ണിയപ്പോൾ തന്നെ മനസ്സിലായി 50-ലേക്ക് എത്താൻ പോകുമെന്ന്. അയാൾ വേഗം പേഴ്സ് മുടക്കി പോക്കറ്റിലിട്ടിട്ട് പറഞ്ഞു, ഞാൻ തരുമൊന്നുമില്ല കൃഷ്ണ. ഈ കൃഷ്ണന് പല ഗുണമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയോ, തമാശ ഏതാ സീരിയസ് ആയിട്ടുള്ള കാര്യം ഏതാ അങ്ങനെ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഗുരുവായൂരപ്പന് ഇപ്പം ഞാൻ 25,000 രൂപ കൊടുത്തിട്ട് വേണം, അവിടെ എന്തെല്ലാം ഉണ്ട്. ഞാൻ കൊടുത്തിട്ട് എന്ത് കാണിക്കാനാവും? ഞാൻ തരില്ല കണ്ണ.
ഞാൻ വേണി 50 പൈസ തരാം, അതിൻ്റെ പോക്കറ്റിലുണ്ട് നേടാം. ഒന്നും തന്നില്ല, അതുകൊണ്ട് 50 പൈസ കിട്ടും. ഈ 50,000 ചിലവായി കുറേ കാലം കൊണ്ട്. അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു കണ്ണനെ, കണ്ണാ എനിക്ക് ഒരു 50,000 വഴി കിടന്ന് കിട്ടിയ ഇത്തവണ ഉറപ്പാട്ടോ. നേരത്തെ പോലെ തമാശയല്ല, ഇത് സീരിയസ് ആയിട്ടാ പറയാം. അപ്പം ഞാൻ വണ്ടി കയറും. ഗുരുവായൂർ വന്ന് എൻ്റെ കണ്ണന് 25,000 രൂപ തന്നിട്ടേ ഞാൻ തൊടുള്ളൂ ഈ പൈസയുമേ. അയാൾ നോക്കിയപ്പോൾ അതേ സ്പോട്ടിൽ അതേ പേഴ്സ് കിടക്കണം. വീണ്ടും ഇത്തവണ കൊടുക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും പണി ഉണ്ടാവും. പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ 50,000 ഇല്ല, 25,000 രൂപ ഉള്ളൂ. അപ്പോൾ പറയാ, കണ്ടോ കണ്ണൻ്റെ ബുദ്ധി, ഞാൻ കൊടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് കണ്ണൻ്റെ 25,000 എടുത്ത് പണ്ടാടത്തിട്ട് ബാക്കി 25,000 വെച്ചേക്കുക. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ടാണ് ഈ കണ്ണനെ കാണുക. വേദനകൾ വരും ലോകത്ത്, ആ വേദനയെപ്പോലും വേദാന്തമാക്കി മാറ്റാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പൂന്താനം പഠിപ്പിച്ചത് അതാണ്, കുറൂരമ്മ പഠിപ്പിച്ചത് അതാണ്, വെല്ലുമംഗലം സ്വാമിയാർ പഠിപ്പിച്ചതാണ്. പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. കണ്ണനെ വിളിച്ച് കരയും, കണ്ണനോട് പൂന്താനം ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. കണ്ണൻ്റെ മുമ്പിലും തൊഴും, കണ്ണാ 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 എന്ന് വിളിക്കും. എവിടെ നോക്കിയാലും കണ്ണനെ കാണും. മുകളിലും താഴെയും ചുറ്റും സകലയിടത്തും കണ്ണൻ മാത്രമേ ഉള്ളൂ. ആ കണ്ണനെ മാത്രമേ കാണുള്ളൂ. പക്ഷെ ആ അമ്മ പൂന്താനത്തിൻ്റെ ഭാര്യ, അവർ പറഞ്ഞു, എല്ലാവരും കുഞ്ഞു വാവയുമായിട്ട് അമ്പലത്തിൽ വരുമ്പോൾ എൻ്റെ വാവയ്ക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് സങ്കടാവുക. എനിക്കൊരു ഉണ്ണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ, ഒന്ന് പറയുമോ കണ്ണനോട്, എനിക്കൊരു ഉണ്ണിയെ തരാൻ പറയുമോ ചോദിച്ചു. അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആളല്ല ഭഗവാൻ. നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ തരും വേണ്ടത്, വേണ്ടാത്തതാണെങ്കിൽ തരില്ല, അത്രയേ ഉള്ളൂ. അല്ല, ഒന്ന് പറയണം പറഞ്ഞു. ആ തൃക്കാക്കര വന്ന് തൊഴുതു. കണ്ണാ 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 ഹരേ കൃഷ്ണാന്നൊരു വിളിയാ. അപ്പ നട തുറന്നു ഭഗവാന്റെ. അപ്പൊ മനസ്സിലായത് എന്റെ കാര്യം നടക്കാൻ പോവാ. അവള് പറയണു ഉണ്ണിയില്ല എന്നൊക്കെ. കണ്ണന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ പറഞ്ഞു. അടുത്ത മാസം ഭാര്യ പറഞ്ഞു, വിശേഷം ഉണ്ട് കേട്ടോ, നമുക്കൊരു കുട്ടി ഉണ്ടാവാൻ പോവാണ്. എല്ലാവരും അറിഞ്ഞു. ഭയങ്കര സന്തോഷ വാർത്തയെ. ആ ഇല്ലത്ത് നിറച്ച ആളുകൾ കൂടി ആ ഉണ്ണിയുടെ ചോറൂണിൻ്റെ അന്ന് എല്ലാവരും വന്നിട്ട് പൊന്നുടയാളുകളും പട്ടുടയാളുകളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കണം. അതിനിടയിൽ കൂടെ അവിടെ ഇങ്ങനെ ഗോവിന്ദ നാമം കേൾക്കാൻ നിറയെ എല്ലാവരും നാമം ചൊല്ലണേ. അതിനിടയിൽ കൂടെ ആചാര്യൻ പറഞ്ഞു, ഉണ്ണിയെ കൊണ്ടുവരൂ, ചടങ്ങിന്റെ സമയമായി, ഉണ്ണി എടുക്കൂ. ഉണ്ണി ആരുടെ കയ്യിലാ? നിങ്ങളുടെ അവളുടെ കൈ കൊടുത്തുല്ലോ, നിന്റെ കയ്യിലല്ലേ? അവന്റെ കൈ കൊടുത്തു. അന്വേഷിച്ച് വരുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ കോണിപ്പടിയുടെ ചുവട്ടില് ഇവിടെ ഞാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു പട്ട് വിരിച്ച് ഉണ്ണിയെ കിടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ അമ്മ ഓടി അവിടെ ചെന്നപ്പോൾ ഒരു പട്ട് കൂമ്പാരമാണ് അവിടെ. ഓരോ പട്ടുകൾ മാറ്റി 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 നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ കരിനീല നിറത്തിൽ ആ ഉണ്ണി മരിച്ചു കിടക്കുന്നു. ആ ഉണ്ണിയുടെ ശവശരീരം ഭാര്യ എടുത്തുകൊണ്ട് ആ അമ്മ പൊട്ടിക്കരയാണ്, ഉറക്ക കരയുക, കണ്ണാന്ന് വിളിച്ചത് ഒളിക്കുക. ആ തേവാരപ്പരയുടെ മുമ്പിൽ നിന്ന്, കണ്ണാ എന്തിനാ എനിക്കിങ്ങനെ ഒരു ഉണ്ണിയെ തന്നത്? അവന്റെ ചോറ് ചെറിയ ചടങ്ങ്, ആദ്യത്തെ ചടങ്ങ് നടക്കുമ്പോഴേക്കും അവൻ ഇനി എടുത്തില്ലേ പറഞ്ഞിരുന്നു. മാറത്തടിച്ചെന്നാൽ ഒടുക്കിയാണ്. തലമുടി അഴിഞ്ഞു കിടക്കണം. തലമുടിയോടുകൂടി കരഞ്ഞു കലങ്ങി കണ്ണോടുകൂടി പൂന്താനത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഈ കണ്ണനെയാണോ നിങ്ങൾ ഉപാസിച്ചു കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോ ആ നീല നിറത്തിൽ കരിനീലിച്ച ഉണ്ണിയുടെ മൃതശരീരം കയ്യിലെടുത്തുകൊണ്ട് കണ്ണനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ഹൃദയത്തിൽ നൃത്തം ചെയ്യാണ് കണ്ണൻ. ഹൃദയത്തിൽ പാട്ടുപാടി അച്ഛാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കണു കണ്ണൻ. അദ്ദേഹം ഉറക്കെ പാടി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി. പിന്നെ എന്നും കൂടെ ഉണ്ണിയായിട്ട് ഈ കണ്ണൻ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പൂന്താനം ഇങ്ങനെ പോകുമ്പോ കുറെ കള്ളന്മാര് ചാടി വീണു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. നിക്കവിടെ, എന്താ വിലപിടിപ്പുള്ളത് ചോദിച്ചു. എൻ്റെ കയ്യിൽ അങ്ങനെ വിലപിടിപ്പുള്ളതൊന്നുമില്ല. എൻ്റെ കയ്യിൽ നാരായണിയുണ്ട്, അല്ലെങ്കിൽ ഭാഗവതം ഉണ്ട്, അത് രണ്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിയപ്പോഴാണ് കയ്യുമ്പോൾ ഒരു മോതിരം കിടക്കണു. മഹാരാജാവ് സമ്മാനിച്ച മോതിരം. ഇത് തരും പറഞ്ഞു, ഊരിയെടുത്തു. അത് കൊണ്ടുപോക്കോളൂ പേർ കൊടുത്തു. ഈ മോതിരം പോയാൽ മഹാരാജാവ് കൊടുത്ത സമ്മാനം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ മഹാരാജാവ് വന്നിട്ട് കള്ളന്മാരെ പിടിക്കും അല്ലേ? അതുകൊണ്ട് പൂന്താനത്തിനെ കൊന്നേക്കാൻ തീരുമാനിച്ചു. വാളെടുത്തിട്ട് പൂന്താനത്തിൽ പറഞ്ഞു, ഉറക്ക നാമം ചൊല്ലിക്കോ, കഴുത്ത് വെട്ടാൻ പോകാൻ പറഞ്ഞു.
അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, സന്തോഷം, നാമം ചൊല്ലിക്കോളാൻ പറഞ്ഞില്ലേ. കഴുത്ത് വെട്ടാൻ പോണവർക്ക് പോലും എന്തൊരു കൃപയാണ്. നാമം ചൊല്ലിക്കോളാൻ പറയണു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ എന്നാണ് വിളിച്ചപ്പോ പെട്ടെന്നൊരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. കുട്ടു 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 കുട്ടു. ശ്രദ്ധിച്ചപ്പോ ദാ വരണു മങ്ങാട്ടച്ചൻ, സാമൂതിരിയുടെ പടനായകൻ വരികയാണ് കുതിരപ്പുറത്ത്. വയറിലും കള്ളന്മാരെ മുഴുവൻ അടിച്ച് തകർത്ത് ചവിട്ടി തെറിപ്പിച്ച് പൂന്താനത്തിനെ കെട്ടിപ്പിടിച്ചു. പൂന്താനം ചുദ്ധം എവിടുന്ന് വന്നു? കുതിരപ്പുറത്ത് ഈ വഴിക്ക് പോയപ്പോൾ കയറിയതാണ്. സമ്മാനം ഞാൻ അങ്ങോട്ട് തരാം, കള്ളന്മാർക്ക് കൊടുക്കാൻ പോയതാന്ന് എനിക്ക് ഇരുന്നോട്ടെ പറഞ്ഞു. ആ മുതിരൊരു മങ്ങാട്ടച്ചന് കൊടുത്തു. മങ്ങാട്ടച്ചൻ മേടിച്ചു. പൂന്താനത്തെ വിളിച്ച് എവിടേക്ക് പോവുക? ഗുരുവായൂരപ്പനെ കാണാൻ പോവുക, ആ കള്ളനെ കാണാൻ പോവുക, കണ്ണനെ. എന്നാ കയറിക്കോളൂ, ഞാൻ കൊണ്ടാക്കാന്ന്. കുതിരപ്പുറത്ത് പുറകിൽ കയറണോ മുമ്പിൽ കയറണോ ചോദിച്ചു. ഞാൻ മുമ്പിൽ കയറാം. അതെന്താ? പുറകിലാകുമ്പോൾ പോണ വഴിക്ക് ചിലപ്പോൾ തെറിച്ചു പോയാൽ അറിയില്ലല്ലോ, നല്ല സ്പീഡിലായിരിക്കും പോണേ. കയറിയിരുന്നു. അതിവേഗത്തിലാണ് കുതിര പോണത്. അപ്പോൾ പൂന്താനം ചിരിക്കണ്ട്. അപ്പോൾ മങ്ങാട്ട ചോദിച്ചു, എന്താ ചിരിക്കണേ? എനിക്ക് 2 ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് കുതിരപ്പുറത്ത് പോകണമെന്നും ഒന്ന് വിമാനത്തിൽ പോകണമെന്നും. 2 സാധിച്ചു. കാരണം കുതിര ഒരു ചാട്ടം ചാടിയ 1 മണിക്കൂറിൻ്റെ കാലം എടുത്തു തോന്നണേ. അപ്പം പൂന്താനം പൊങ്ങി പോകും, പിന്നെ വന്ന് വീഴുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന്. കാരണം മങ്ങാട്ടച്ചൻ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ചെന്നു. പൂന്താനം ആ ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി ഇന്ന് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെയാണ് കടന്നു. ഗുരുവായൂരപ്പനെ വിചാരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ, പരായ നമ, പരംപുരുഷായ നമ, പരമാത്മനേ നമ, കണ്ണാ 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 എന്ന് വിളിച്ച് കിടന്നുറങ്ങി. കാലത്ത് എഴുന്നേറ്റ് ആ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് കണ്ണനെ തൊഴാൻ അകത്ത് ചെന്നപ്പോൾ, അകത്തുനിന്ന് ഇന്നത്തെ പോലെ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് തൊഴാം. അവിടെ ചെന്നപ്പോൾ ഒരു ഇലയിൽ അകത്തുനിന്ന് പ്രസാദം, ഭഗവാനെ ചാർത്തിച്ച കളഭം, പൂവ് എല്ലാം കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു മോതിരവും. അതായത് ഇത് വേറെ ഏതോ മോതിരം, ഒരു മോതിരം വന്നിട്ട് എൻ്റെ അല്ലാതെ എടുക്കുകയാണ്. ഈ മോതിരം അങ്ങയുടെ മോതിരമാണ്. നോക്കിയപ്പോൾ ആ മോതിരം ഇന്നലെ മങ്ങാട്ടച്ചന് കൊടുത്ത അതേ മോതിരം. ഇതെങ്ങനെ ഈ മോതിരം വന്ന് ചോദിച്ചു. ശാന്തിക്കാരൻ പറഞ്ഞു, ഇന്നലെ രാത്രി 4 പ്രാവശ്യമാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. എന്നെ വിളിച്ചെന്ന് പോയി നട തുറക്കൂ തിരുമേനി. മേശാന്തി വിളിച്ച് കുത്തുകത്രേ. മേശാന്തി വച്ച് നോക്കിയിട്ട് കണ്ണ 1 മണി ആയിട്ടുള്ളൂ. അതെയോ? എന്നാ കിടന്നോളൂ. കൃഷ്ണന് സമയം അറിയാൻ പറ്റണില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പറയുന്ന ആ കണ്ണന് പറ്റണില്ല. തന്റെ ഭക്തനെ പ്രേമിച്ച് മതിയാവണില്ല, കണ്ണന് സ്നേഹിച്ച് മതിയാവണില്ല കണ്ണന്. വേഗം 2 മണിയപ്പോ പിന്നെ കുത്തി ചെല്ലു, നട തുറക്കൂ. നമ്മൾ 3:30-ക്കല്ലേ തുറക്കാറേ കണ്ണ, ഇപ്പൊ തന്നെ പോയി തുറന്നോളൂ, ആരും കാണുമൊന്നുമില്ലല്ലോ. പിന്നെ കുത്തുകയായിരുന്നു അത്രേ. എന്നിട്ട് പറഞ്ഞു അത്രേ, എഴുന്നേറ്റ് ഇപ്പം 3 മണിയല്ലേ, വേഗം പോയി കുളിച്ചോളൂ. അതെ, ആ എന്നെ പൂജിക്കുന്ന പൂവിടുന്ന സ്ഥലല്ലേ, അവിടെ ഒരു മോതിരം വെച്ചാൽ കേട്ടോ, അത് പൂന്താനത്തിന് കൊടുക്കണേ എന്ന് പറഞ്ഞു. ആ മോതിരാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ പൂന്താനത്തിന് കണ്ണ് നിറഞ്ഞൊഴുകി. ഇന്നലെ മങ്ങാട്ടച്ചനായി ഓടി വന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ മാത്രമാണ്. നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ, കാലൊന്ന് പതറിയാൽ, ഹൃദയം തകർന്നാൽ, കണ്ണാന്നൊന്ന് വിളിച്ചാൽ അത് മതി. വിളിക്കുക പോലും വേണ്ട. അവിടെ പരാതിപ്പെട്ടികൾ കൊണ്ടുവയ്ക്കരുത്. എൻ്റെ മകൻ അഡ്മിഷൻ ശരിയാവണേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടത്. പ്രാർത്ഥിക്കാൻ നമുക്ക് വേറെ സ്ഥലമില്ല, പ്രാർത്ഥിക്കാം, തെറ്റല്ല. പക്ഷേ വെളുപ്പാങ്കാലത്ത് നട തുറക്കുമ്പോൾ മുതൽ അത്താഴ പൂജ കഴിയണവരാളുകൾ കണ്ണാ 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 എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അഡ്മിഷൻ, എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം, എനിക്ക് ബൈക്ക് മേടിക്കണം, എനിക്ക് കാർ മേടിക്കണം, എനിക്ക് റാങ്ക് കിട്ടണം. അവൾ എന്നെ കണ്ടിട്ട് ഇതുവരെ ഞാൻ എത്ര കോൾ ചെയ്തിട്ട് ഒരു മിസ്ഡ് കോൾ പോലും എനിക്ക് അടിച്ചിട്ടില്ല കണ്ണാ. ഭഗവാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അവൾ മിസ്ഡ് കോൾ അടിക്കട്ടെ, അവൾ അറിയാണ്ട് കോൾ പോകും. മറ്റേക്ക് ജോലി കിട്ടും, ഇൻ്റർവ്യൂവിലും പേര് മാറി നമുക്ക് ജോലി കിട്ടും. പക്ഷെ എല്ലാം കഴിഞ്ഞ് അത്താഴപ്പൂജ കഴിഞ്ഞ് നട അടയ്ക്കാൻ നേരത്തെ ശാന്തിക്കാരൻ കണ്ണൻ്റെ മുഖത്ത് നോക്കിയിട്ട്, കണ്ണാ ഇല്ലത്തെ കാര്യം അറിയാമല്ലോ അല്ലേ, ഇനി അവരുടെ വകയും ഉണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിയുമ്പോൾ, നട അടച്ച് കഴിയുമ്പോൾ ആ സോപാനത്തിൻ്റെ അവിടെ പതുക്കെ ഇങ്ങനെ ഇരിക്കും. എന്നൊന്ന് ആലോചിക്കും. ചിലപ്പോൾ ഇന്ന് കാലത്ത് മുതൽ ഈ അത്താഴപ്പൂജ കഴിയണവരെ എന്തെല്ലാം ദുഃഖങ്ങൾ ആളുകൾ പറഞ്ഞു. ഒരാളെങ്കിലും എൻ്റെ കണ്ണന് സുഖമാണോ ചോദിച്ചോ? എൻ്റെ കണ്ണൻ എന്താ വേണ്ടേ ചോദിച്ചോ? എൻ്റെ കണ്ണൻ ഒരു വെണ്ണ തരട്ടെ ചോദിച്ചോ? കണ്ണാതേ വെണ്ണ എൻ്റെ മകൾക്ക് ജോലി കിട്ടാൻ.
അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം ആർക്കും ഇല്ല അവളെ, എന്നെ ആർക്കും വേണ്ട എന്ന് ആ കണ്ണന് തോന്നിയാൽ എന്തിനാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഭഗവാന്റെ ഗോപികമാര് ഒരിക്കലും ഒരാഗ്രഹവും കണ്ണനോട് പറഞ്ഞിട്ടില്ല. കണ്ണന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നല്ല, കണ്ണൻ എന്ത് കൊടുക്കാം എന്ന് മാത്രമേ അവർ ആലോചിച്ചുള്ളൂ. അവരിയ്ക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഈ കണ്ണനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആ കണ്ണനെ പാടാൻ മാത്രമേ അവർക്ക് സമയം ഉണ്ടായുള്ളൂ. രാധാറാണിയാണ് അവരുടെ നായികയായിട്ടുള്ളത്. ആ ഗോപികമാരിൽ ആ കണ്ണൻ ആലോചിക്കുക, എൻ്റെ ഗോപികമാരോട് എനിക്ക് എന്താ ഇത്ര ഇഷ്ടം, ഇതായിരുന്നു അവരുടെ ഭക്തി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൽപ്പകവൃക്ഷത്തിന്റെ ചോട്ടിൽ ചോദിച്ചാൽ നമുക്കെല്ലാം കിട്ടും. പക്ഷെ കണ്ണന്റെ ദ്വാരകയില് കൽപ്പകവൃക്ഷം ഉണ്ടെങ്കിലും ആരും അവിടെ പോയി ഒന്നും ചോദിക്കാറില്ല. അത്ര ദേവിയുടെ സ്ഥലത്ത് സാക്ഷാൽ ജഗദംബികയായ ഈ അമ്മയുടെ കൊട്ടാരത്തില് കൽപ്പക വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ദേവി പറഞ്ഞൊരു ഉത്സവം അത് ആരാഴ്ച വിളിച്ചാൽ അത് വെട്ടിക്കളയാൻ പറഞ്ഞു. എന്താ കാരണം? അതവിടെ നട്ടേക്കണമെന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒറ്റയാൾ അതിൻ്റെ ചുറ്റിലും പോയില്ല, ഒന്നും ചോദിക്കണമില്ല. ആൾക്കാരെ വിളിച്ച് ചോദിച്ചു ദേവി ഒരു ദിവസം, നിങ്ങൾ ആരും ഇത്രയും കൽപ്പക വൃക്ഷം ഉണ്ടായിട്ട് നമ്മളാണെങ്കിൽ എന്തെല്ലാം ചോദിച്ചേനെ അല്ലേ? ആ ഇന്ന് കാലത്ത് മോഹൻലാൽ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ അമ്മി പ്രാർത്ഥിച്ചാണ്, ഭഗവതി വന്നിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കില്ല. മമ്മൂട്ടി എനിക്കൊരു മിസ്ഡ് കോൾ അടിച്ചിരുന്നെങ്കിൽ അല്ലേ? നമ്മൾ ഹലോ ആ മമ്മൂട്ടിയാണ്, ഞാൻ മമ്മൂട്ടിയാണ്, ഒന്ന് കാണാൻ പറ്റും. എന്താ എനിക്ക് കുട്ടിയുടെ കൂടെ ഒന്ന് സെൽഫി എടുത്താൽ കൊള്ളാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. അമ്മയല്ല നമ്മുടെ ആഗ്രഹം, ഈ അമ്മയെ കാണാനല്ല മോഹം. അപ്പൊ അമ്മ പറഞ്ഞു അത്രേ, ഒരാളും ആ കൽപ്പക വൃക്ഷത്തിന്റെ ചോട്ടിൽ ചെന്ന് ഒരാഗ്രഹവും പറയണില്ല. എന്താ ആഗ്രഹം പറയാത്തതെന്നല്ലേ? അവിടെ ചെന്ന് ആഗ്രഹം പറഞ്ഞാലല്ലേ കിട്ടുള്ളൂ. ഈ അമ്മ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്ക പോലും വേണ്ട, അല്ലാതെ വാരിക്കോരിക്കൊടുക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഈ നാടിനെ മുഴുവൻ പ്രകാശമാനമാക്കി മാറ്റി നിർത്തിയിട്ടുള്ള ഈ അമ്മയുടെ ക്ഷേത്ര സങ്കേതം. ഇങ്ങനെയായിരുന്നോ ആദ്യം? അല്ലല്ലോ. എങ്ങനെയായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കും. ഇനി എത്ര 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 വളരാൻ കിടക്കുന്നു. ഈ കണ്ണൂരിൻ്റെ തിലകക്കുറിയായി, കേരളത്തിൻ്റെ തിലകക്കുറിയായി ഈ ക്ഷേത്രം മാറാൻ പോകുന്നുണ്ട്. അതകത്ത് കയറിയ അനുഭവവേദ്യമാണ്. അപ്പം ഇവിടെ ആ കണ്ണൻ്റെ മുമ്പിൽ ആ ദ്വാരകയിലെ കൽപ്പക വൃക്ഷം ഭഗവാൻ വെട്ടിക്കോളാൻ പറഞ്ഞു ഇതേപോലെ. കാരണം ആരും അവിടെ ഒന്നും ചോദിക്കണില്ല. കാരണം എന്താ? അവർക്ക് കണ്ണനുണ്ട്. നമുക്ക് ഈ വിശ്വാസമാണ് വേണ്ടത്. നമുക്ക് എൻ്റെ കണ്ണനുണ്ട്, എനിക്ക് എൻ്റെ കണ്ണനുണ്ട് എന്ന് വിശ്വാസം ഉണ്ടാവണം. ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്ന കൊമ്പിലിരിക്കുന്ന പക്ഷി പേടിക്കാറുണ്ടോ? അയ്യോ കൊമ്പൊടിഞ്ഞ് ഞാൻ ഇടിക്ക് വീഴോ? പേടിക്കാറില്ല. കാരണം എന്താ? പക്ഷിക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഈ കൊമ്പൊടിഞ്ഞാലും ഞാൻ നിലത്ത് വീഴില്ല എന്ന ഉറപ്പ്, ഈ കൊമ്പൊടിഞ്ഞാൽ എനിക്ക് പറന്നു പോകാമെന്ന ഉറപ്പ്. എന്ന പോലെ ഈ കണ്ണനെ ഹൃദയത്തിൽ നിറച്ചാൽ, ഈ കാരുണ്യ സിന്ധുവായ കണ്ണൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് തന്നാൽ അങ്ങോട്ട് തരാമെന്നല്ലാതെ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, എന്തെങ്കിലും തന്നാൽ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ബിസിനസ് അല്ലേ? അല്ലേ? ബിസിനസ് ആണെങ്കിൽ ഭഗവാൻ നല്ല ബിസിനസ് അറിയാം. ഭക്തൻ തിരിച്ചറിയണം ഭഗവാന്റെ ബിസിനസ്. ഒരാൾ സർവദാ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. കണ്ണാ 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 ശ്വാസം വിടില്ല. അങ്ങനെ എന്നിട്ട് ശ്വാസം മുട്ടി ചാവാൻ പോകുമ്പോ ഒന്ന് വലിക്കുക. എന്നിട്ട് കണ്ണാ 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 കണ്ണാന്ന് വിളിച്ചോണ്ടിരിക്കുക. അതിൽ കണ്ണടച്ചാലും തുറന്നാലും എവിടെ നോക്കിയാലും കണ്ണനെയാണ് കാണുന്നത്. പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു. ആരോ മുട്ടി വിളിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീശരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. എന്തൊരു ഭംഗിയാ ആ ചിരി കാണാൻ. വിളിച്ചിട്ട് പറഞ്ഞേ, ഭക്തൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക, എന്താ വേണ്ടതെന്ന് എനിക്ക് ചോദിച്ചു. ഒന്നും വേണ്ട, ഒന്ന് പോവാമോ എന്ന് ചോദിച്ചു. ഒന്ന് പോവാമോ? അതെന്താ? ഞാൻ കണ്ണടച്ചാലും എനിക്ക് നിന്നെ കാണാം. ഞാൻ കേൾക്കണത് മുഴുവൻ നിന്റെ വേണുഗാനമാണ്. ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ കണ്ണനെയാണ്. ഇനി നീ മുമ്പിൽ ഒന്ന് ഞോട്ടി വിളിക്കണോ എന്നെ? അല്ലാണ്ട് നിന്നെ കാണണ്ടല്ലോ. നിനക്ക് എന്താ വേണ്ടേ? എന്തിനു പകരം? നീ ജപിച്ച നാമത്തിന് പകരം ഈ നാട് മുഴുവൻ നിനക്ക് തരട്ടെ. പോരല്ലോ.
ഈ രാജ്യം തരട്ടെ, പോരല്ലോ. ഈ ഭൂമി മുഴുവൻ തരട്ടെ, പോരല്ലോ. ത്രൈലോക്യം മുഴുവൻ തരട്ടെ. ഒന്ന് മാറി നിൽക്കാമോ കണ്ണ? നീ പറഞ്ഞില്ലേ ത്രൈലോക്യം തരാന്ന്? കണ്ണ, നിന്റെ കാലിന്റെ അടിയിലെ ഒരു പൊടിയുടെ വില പോലും ഇല്ല ഈ ത്രൈലോക്യത്തിന്. നിന്റെ നാമം ജപിച്ചതിന് പകരമല്ല ഇതൊന്നും. നീ തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ കണ്ണാ കണ്ണാ കണ്ണാൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജപമാല പോലും എൻ്റെ അല്ല എന്നെനിക്കറിയാം. ഈ ജപമാലയും നീ തന്ന ത്രൈലോക്യവും നിനക്ക് ഞാൻ തരാം. പകരം നിന്നെ എനിക്ക് തരുമോ കണ്ണാ? നിന്നെ എനിക്ക് തരുമോ? കൃഷ്ണൻ അവനെ കെട്ടിപ്പിടിച്ചു. ബിസിനസ്സാണ്. നാമത്തിന് പകരം ഈ ത്രൈലോക്യം തന്നാലും ആവില്ല. അത്ര സ്നേഹമാണ് ഭഗവാന്. പണ്ട് ഒരു ഭാഗവത ആചാര്യൻ ഉണ്ടായിരുന്നു. ആചാര്യ ഇങ്ങനെ ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക അല്ലേ? ആ കണ്ണ് നിറഞ്ഞൊഴുകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. എത്ര പേരുടെ കണ്ണ് നിറഞ്ഞൊഴുകണത് കണ്ണന്റെ കഥ പറയുമ്പോൾ ഇവിടെ കാണാണ്ടല്ലേ? എത്ര പേരുടെ കണ്ണ് നിറഞ്ഞൊഴുകണത് കണ്ണനെ നിങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ആചാര്യ അങ്ങയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നില്ലല്ലോ. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ദക്ഷിണ വെക്കണ പാത്രത്തിൽ ആകെ 11 രൂപയെ വീണിട്ടുള്ളൂ. അത് കണ്ടിട്ടാണ്. പ്രഭാഷണം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഒരാളവിടെ നിൽക്കണ്ടേ. അയാൾ ഭാഗവത ആചാര്യനോട് തൊഴുതു. അദ്ദേഹം പറഞ്ഞു, പരമഭക്തനാണല്ലേ? അല്ല. കണ്ണനെ അറിയില്ലേ? ഇല്ല. എന്താ വന്നേപ്പോ? ഈ കൃഷ്ണനില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള്, അങ്ങേരെ എവിടെ താമസം? എന്താ ചോദിച്ചേ? എന്നെ പോലീസുകാർ ഓടിച്ചപ്പോൾ ഞാൻ ഓടി വന്ന് കയറിയത് അവിടെ. ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിനകത്ത് കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറണം അവിടെ. അപ്പോഴാണ് നിങ്ങൾ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ പറ്റിയിട്ട് എന്തോ ഒരു സ്വർണ്ണാഭരണം അങ്ങനെ കഴുത്തിൽ നിങ്ങൾ പറഞ്ഞില്ല, എന്താ മിന്നും പൊന്നും കിരീടം, അത് മൊത്തം ഗോൾഡാണോ? അത് ഈ രത്നങ്ങളൊക്കെ ശരിക്കും ഈ മരതകവും വൈഡൂര്യൊക്കെ തന്നെയാണോ? കൈമൊക്കെ വളയാണോ സ്വർണത്തിൻ്റെ? പുള്ളി എവിടെ താമസം? ആചാര്യൻ പറഞ്ഞു, അതൊരു മിത്തല്ലേ. പഴക്കൽ ആൾക്കാർ പറഞ്ഞില്ലേ ഗണപതി മിത്തല്ലേ എന്ന് വെച്ചില്ലേ? അത് അങ്ങനെ തന്നെ ഗണപതിയെ വിളിച്ചത് ഒരു ദിവസമാണ് അല്ലേ? അതുപോലെ ചോദിക്കുക, എന്ത് ഇതൊരു മിത്താണ്? കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ എൻ്റെ നിന്ന് മേടിക്കും. എല്ലാവരെയും കത്തി ഊരി. കൃഷ്ണൻ എവിടെ താമസം എന്ന് പറയൂ, ഫുൾ ഡീറ്റെയിൽസ് പറയൂ. അപ്പൊ അയാൾ വിചാരിച്ചു ഇനി മിണ്ടിയാൽ കുത്തുകൊള്ളുന്ന ഉറപ്പായി. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പുഴയുണ്ട്. ഈ പുഴ നീന്തി കടന്നാൽ ഒരു കാടുണ്ട്. ആ കാടിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു മലയുണ്ട്. മലയുടെ മുകളിൽ കയറി നിന്ന് കണ്ണാ 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 എന്ന് വിളിച്ചാൽ ആ നീലശ്യാമള മേഘവർണ്ണൻ ഓടി വരും. കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. ആ ഭഗവാൻ ഓടി വരുന്നു പറഞ്ഞു. വേഗം ആ അരയിൽ കത്തി തിരികിട്ട് അയാളിറങ്ങി ഓടി. അഗാധമായ ഒഴുക്കുള്ള പുഴ, അത് ഇന്നേ വരെ ഒരാൾ നീന്തി കടന്നിട്ടില്ല. അയാൾ ഒഴുകിപ്പോട്ടെ എന്ന് വെച്ചു, ചാവാതിരിക്കാൻ പറഞ്ഞോ. അത് കടന്നാൽ ആ കൊടുങ്കാട്ടിൽ ചെന്നാൽ ആനകളും പുലികളും ഉണ്ട്. അത് കടന്നു പോകാൻ ഒരാൾക്കും ആവില്ല. അതും കടന്ന് മലയുടെ മുകളിൽ കയറി കണ്ണാന്ന് വിളിച്ചാൽ ഏതെങ്കിലും മൃഗങ്ങൾ പിടിച്ച് ശാപ്പിടും എന്ന് ഉറപ്പിച്ചു. പക്ഷേ വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പോ ഈ ആചാര്യൻ സപ്താഹം കഴിഞ്ഞ് കിടന്നുറങ്ങണ റൂമിന്റെ വാതുക്കെ ഇയാള് മുട്ടി ഠും ഠും ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോ ഈ കള്ളൻ ഒരു ഭാണ്ഡായിട്ട് നിൽക്കുക. എന്താ സംഭവിച്ചെന്നറിയോ? ആ വെള്ളത്തിലൂടെ ഇറങ്ങി നീന്തുമ്പോ ഈ ഭാഗവതാചാര്യൻ പറഞ്ഞ ആ കണ്ണന്റെ മനോഹരമായ രൂപം സൗന്ദര്യതരതോ വിസുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോ വ്യാശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം ഉഷ്ണാദി വിഷ്ണോ വിഭോ. ആ ഭഗവാനെ മനസ്സിൽ നിറച്ചു നീന്തുക. കണ്ണാ കണ്ണാ എന്ന് പറഞ്ഞിട്ട് ഒരു തിരമാലയ്ക്കും ഒരു ഒഴുക്കിനും അവനെ കൊണ്ടുപോകാനായില്ല. ഒരു മത്സ്യവും അയാളെ കൊത്തിയില്ല. മത്സ്യമായി അവതരിച്ച ആളാണ് ഭഗവാൻ. ഒരു സർപ്പവും അയാളെ കൊത്തിയില്ല. കാളിയന്റെ ഭണങ്ങളിൽ ആനന്ദ താണ്ഡവം ആടിയ ആളാണ് കണ്ണൻ. ആ കണ്ണനെ എന്ത് ചെയ്യാനാവും? ആ കണ്ണനെ ഹൃദയത്തിൽ വെച്ച ആളെ എന്ത് ചെയ്യാനാവും? കൊടുങ്കാട്ടിലൂടെ നടന്ന് ഒരു സിംഹവും പിടിച്ചില്ല. നരസിംഹമൂർത്തിയാണ് കണ്ണൻ അല്ലേ? ആ മലയുടെ മുകളിൽ കയറി നിന്ന് കണ്ണാ കണ്ണാന്ന് വിളിച്ചപ്പോൾ വെളുപ്പാങ്കാലാവാറായി. കണ്ണനെ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞു തുടങ്ങി.
സ്വർണ്ണാഭരണങ്ങളുടെ കഥയൊക്കെ കള്ളൻ മറന്നു. കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് കണ്ണനായി മാറി. കണ്ണാന്ന് വിളിക്കുമ്പോഴാണ് ചിലും ചിലും ശബ്ദം, അതിമനോഹരമായ വേണുനാഥം കേൾക്കുന്നു. നോക്കുമ്പോൾ മറ്റേയാൾ ആചാര്യ പറഞ്ഞേക്കാൾ എത്രയോ ഇരട്ടി സ്വർണത്തിൽ കുളിച്ചിട്ടാണ് വരണേ. 2 കയ്യിൽ കിരീടം അവരുടെ തലയിൽ വെച്ചിട്ടുണ്ട്. ഓടി വന്നു, കെട്ടിപ്പിടിച്ചു. 2 കള്ളന്മാർ തമ്മിലുള്ള കെട്ടിപ്പിടുത്താണ് അല്ലേ? ഒന്ന് സാധാരണ കള്ളൻ, ഒന്ന് അല്ലേ? ഈ കണ്ണൻ എന്തൊക്കെയോ മോട്ടിക്കാന്നറിയോ? നമ്മളോട് നമ്മൾ പറയും വെണ്ണ മോട്ടിക്കും, പാല് മോട്ടിക്കും, ഗോപികമാരുടെ വസ്ത്രം മോട്ടിക്കും. അല്ല കേട്ടോ, ഇതല്ല, ഇതിൽ വലുതൊന്നും മോട്ടിക്കാറുണ്ട്. വ്രജേവസന്തം നവനീതചോരം വൃജാംഗനാനാം ച ദുകൂലചോരം അനേക ജന്മാർച്ചിത പാപചോരം. വെണ്ണയും തൈരും മോരും പാലുമല്ല. അത് മാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ വേറൊരാളെ കളിയാക്കിയിട്ട് എന്തെങ്കിലും ഭാവത്തിൽ കണ്ണായെന്ന് ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് മാറോട് ചേർക്കുന്ന ആളാണ് കണ്ണൻ. അവൻ ചെയ്ത ജന്മാന്തരങ്ങൾ ചെയ്ത പാപങ്ങൾ അപഹരിക്കുന്ന ആളാണ് കണ്ണൻ. ആ കണ്ണൻ ഈ കള്ളനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാം എടുത്തോളാൻ പറഞ്ഞ് തലേന്ന് ആദ്യം തൻ്റെ കിരീടം ഊരി വെച്ചു. കയ്യിൽ കൊണ്ടുവന്ന 2 കിരീടം ഊരി വെച്ചു. കാലുമ ഇവിടം തൊട്ട് അവിടം വരെ സ്വർണം കൊണ്ടുള്ള വളകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഊരി കള്ളൻ്റെ മടിയിലേക്ക് കാലെടുത്ത് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക രംഗം നിങ്ങൾ. നമ്മുടെ മടിയിലേക്ക് ഈ കണ്ണൻ കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മടിയിലേക്ക് കാല് വെച്ചിട്ട് പറയാ, അങ്ങനെ ഇപ്പം മോൻ സുഖിക്കണ്ട, ഞാൻ തന്നെ ഇങ്ങനെ ഊരാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ഊരു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കും, എന്തൊരു ഭാഗ്യമാണ്. ആ തളകൾ ഓരോന്ന് ഊരി കൈമേൽ ഇവിടം തൊട്ട് ഇവിടം വരെ മോതിരം, ഓരോ വരിലും 5-6 മോതിരം വെച്ചായിട്ടാക്കണത്. അത് മുഴുവൻ ഊരി. എന്തൊരു ഫ്രീക്കനാണ് നോക്കൂ കണ്ണ്. അതെല്ലാം ഊരി കൊടുത്തു. ഇത് ഊരി കഴിയുമ്പോൾ എങ്ങനെയാ കൊണ്ടുപോവുക? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല. വെറുതെ ഇങ്ങോട്ട് ഓടി വരിക. ഏതായാലും സമയം രാത്രി ആരും കാണുമൊന്നുമില്ല, ഞാൻ സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഉടുത്ത മഞ്ഞപ്പട്ട് അഴിച്ച് അവിടെ വെച്ചു. ഒരു കോണകം മാത്രമേ ഉള്ളൂ. അയ്യോ, ഇത് മാത്രമേ ഉള്ളൂ, ആരും കാണണമെന്നില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. അതിൽ മുഴുവൻ കെട്ടി. അത് കഴിഞ്ഞ് കണ്ണൻ ആ ഭഗവാന്റെ മുഖത്തേക്ക് കള്ളൻ നോക്കിയപ്പോൾ അഴിഞ്ഞു കിടക്കണ തലമുടി, ഒരു കിരീടമില്ല. വേഗം 3 കിരീടമാണല്ലോ, ഒരു കിരീടം കണ്ണനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ നല്ല മരതകമാല എൻ്റെ കണ്ണന് അത് അണിയിച്ചു. ഇതും കൂടി എൻ്റെ കണ്ണന്, ഈ മോതിരം എൻ്റെ കണ്ണന്, എല്ലാം വാരി കൊടുക്കാൻ നോക്കുമ്പോൾ കണ്ണൻ ചോദിച്ചു, നമ്മൾ 2 പേരും 1.25 മണിക്കൂർ പണിയെടുത്തിട്ട് ഇതൊക്കെ അഴിച്ചു, ഇത് മുഴുവൻ തിരിച്ചു കയറ്റാൻ പോവുകയാണോ? കൊണ്ടുപോയിക്കോളൂ. മതിയാവണില്ല. അത് മഞ്ഞപ്പട്ട് കെട്ടി തോളത്തിട്ടിട്ട് അങ്ങോട്ട് നോക്കുക, ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മതിയാവണില്ല, തിരിഞ്ഞു പോകാൻ പറ്റണില്ല. എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഇതേ ഫീൽ എനിക്കുണ്ടാവാറുണ്ട്. തിരിഞ്ഞു പോകാൻ നിൽക്കുക. അവസാനം ആ പൂന്താനത്തിൻ്റെ അവിടെ വരുമ്പോൾ കണ്ണ് നിറയും, ഹൃദയത്തിൽ വല്ലാത്ത വേദന ഉണ്ടാവും. കണ്ണാ, ഇനി എന്ന് നമ്മൾ കാണാ കണ്ണ, ഇനി എന്നാ കാണാ കണ്ണ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറയും. നമുക്ക് അങ്ങനെ നിറയെങ്കിൽ ഈ കള്ളൻ്റെ അവസ്ഥ ആലോചിച്ചു. കണ്ണനെ നേരിട്ട് കണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു വന്നു. പോകുമ്പോഴാണ് ആലോചിച്ചത്, ഈ ഭാഗവത ആചാര്യനല്ലേ എന്നോട് പറഞ്ഞത് ഈ കണ്ണൻ്റെ അടുത്ത് ഇത്രയും സ്വർണ്ണമുണ്ടെന്ന്? അദ്ദേഹത്തിൻ്റെ ദക്ഷിണ പാത്രത്തിൽ 11.25 രൂപയെ വീണിട്ടുള്ളൂ എന്ന്. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാതെ വെച്ചു. വാതിക്ക് മുട്ടിയ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം തുറന്നപ്പോൾ ഈ വാതിൽ പട്ട് നിവർത്തി വെച്ചു. കണ്ണൻ തന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ മടിയിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നോട് ആഭരണങ്ങൾ അഴിക്കാൻ പറഞ്ഞു. അവസാനം ആ കണ്ണൻ ഒന്നുമില്ലാതെ കണ്ടപ്പോൾ ആ കണ്ണന് ഞാൻ കിരീടം അണിയിച്ചു. കണ്ണൻ്റെ മാറ് ശൂന്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ അനവധി മാലകൾ അണിയിച്ചു. ഞാൻ ഇതെല്ലാം വാരി അണിയിച്ചതിനെ തിരിച്ച് കൃഷ്ണൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ, എനിക്കൊന്നും വേണമെന്നില്ല എന്ന് പറഞ്ഞു. കണ്ണനെ കണ്ടുപോയി. ഇനി ഒന്നും വേണ്ടാത്തതാണ്. ആചാര്യ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ ദാരിദ്ര്യത്തിലായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ആ കള്ളനെ ഒന്ന് നമസ്കരിച്ചു. കള്ളൻ വീണ്ടും അത് കെട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആചാര്യൻ തൻ്റെ പൂജാമുറിയിലേക്ക് കടന്ന് വിളക്ക് കൊളുത്തി വെച്ചു. വിളക്ക് കൊളുത്തിയപ്പോൾ ഭഗവാന്റെ ബിംബം ഇരിക്കുന്നുണ്ട്. ആ ബിംബത്തിന് നേരെ നോക്കി തൊഴുതു. കണ്ണാ, ഇന്നേ വരെ സ്വപ്നത്തിൽ പോലും നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ണ. എത്ര വിളിച്ച് കരഞ്ഞിട്ട്
എൻ്റെ കണ്ണനെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഞാൻ. ഇന്ന് പറഞ്ഞ കഥ കേട്ട് പുഴ നീന്തി ഓടിച്ചെന്ന ആ കള്ളന്റെ മുമ്പിൽ അവിടുന്ന് ദർശനം കൊടുത്തെങ്കിൽ അങ്ങ് പക്ഷപാതിയല്ലേ കണ്ണാ? ശ്രീലകത്തുനിന്ന് വിഗ്രഹത്തിൽ നിന്ന് കേട്ടു, നീ വിളിച്ച വിളിയിൽ ഒരു വിളി പോലും ആത്മാർത്ഥതയോട് കൂടിയായിരുന്നു, ഞാൻ വരുന്നുള്ള ഉറപ്പോടു കൂടിയായിരുന്നു. ആ കള്ളൻ നീന്തുമ്പോ കണ്ണാ 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 എന്ന് വിളിക്കുമ്പോ ഓരോ വിളികളിലും ഞാനുണ്ടെന്ന് അവന് ബോധ്യം ഉണ്ടായിരുന്നു. ഈ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഞാൻ വൃന്ദാവനത്തിൽ പോയി കുറെ നാൾ മുമ്പ്. വൃന്ദാവനത്തിൽ ചെല്ലുമ്പോ അവിടെ വംശിവട് എന്നൊരു മരമുണ്ട്. ഗോപികമാരും രാധാറാണിയൊക്കെ കൂടി, ഗോപന്മാരും എല്ലാവരും കൂടി പശുക്കളെ വെച്ച് തിരിച്ചു വരുമ്പോ കൃഷ്ണനും കൂട്ടരൊക്കെ പെട്ടെന്ന് ഓടി ഒളിക്കും. പാവ പെൺകുട്ടികൾ മാത്രവും കാട്ടിക്കൂടിയാ വരാം, പേടിയാവും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഓർഡർ വിളി കേൾക്കുക. അപ്പം മൃദംഗം വായിക്കണ കേൾക്കും, അപ്പോൾ വേറൊരു വാദ്യം വായിക്കണ കേൾക്കും. ഒരു മരത്തിന് മുകളിൽ കരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി അവരിരിക്കുക. ഈ ഗോപികമാർ പാവം ചുറ്റും നോക്കും. അങ്ങനെ ഒരു മരം ഇന്നും വൃന്ദാവനത്തിലുണ്ട്. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് അതറിയാം. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും നിന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. 50 പേര് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ. ആദ്യം ഞാൻ കയറി, ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ കണ്ണൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് പോണത്. ഈ 2-3 ദിവസം മുഴുവൻ ആ ട്രെയിനിൽ വൃന്ദാവനത്തിലേക്ക് പോയ എല്ലാവരും ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ പ്രിയങ്കരനാണ്. അവർ പറഞ്ഞു രാജൻ ആദ്യം നിന്നോളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വന്നിട്ട് ഈ മരത്തുമ്പോൾ ചെവിയോർത്തു. ഈ ചെവിയോർത്ത് ഓടക്കൊള്ളി വിളിക്കണം കേൾക്കുന്നതാണ്. ഞാൻ ഒരു ഓടക്കൊള്ളി വിളിയും കേട്ടില്ല. ഞാൻ ഒരു മൃദംഗം വായിക്കണ ശബ്ദവും കേട്ടില്ല. ഇതാണത് പറഞ്ഞപ്പോൾ ശരി. ഞാൻ പറഞ്ഞു കേൾക്കാം ഓടക്കൊള്ളി വിളിക്കണം കേൾക്കാമെന്ന് പറഞ്ഞ് മാറി. തൊട്ടുപുറകിലെ അമ്മ വന്നു. അമ്മ ചെവി വെച്ചു. അപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് സഡൻ നമ്മൾ പൈപ്പ് തുറന്ന വെള്ളം വരുന്ന പോലെ പെട്ടെന്ന് അമ്മയുടെ കണ്ണീർ നേരെ കുടുകുടുകുടുകുടുന്ന് പോലെ വെള്ളം ഒഴുകുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്കൊന്നുകൂടി കേൾക്കണം. നീ കേട്ടില്ലേ? ഞാൻ കേട്ടില്ല അമ്മയെ പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഒരവസരം കൂടി ഇപ്പം തന്നെ തരണേ പറഞ്ഞിട്ട് ഞാൻ ചെവി ഓർത്തു. ഞാൻ കേട്ടില്ല ഓടക്കൊള്ളുവിളി. ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണനെ വിളിച്ചു. എല്ലാം മറന്നുകൊണ്ട് ഉറക്ക വിളിച്ചോടുന്നുണ്ട്. കണ്ണാന്ന് വിളിച്ചു. ഞാൻ അരങ്ങത്ത് ഒട്ടനവധി കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, പാഠകം അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അരങ്ങുകളിൽ നിന്ന് കണ്ണാന്ന് ഞാൻ വിളിച്ചത് ഏതെങ്കിലും ഒരു വിളിയെങ്കിലും ആത്മാർത്ഥതയോട് കൂടി ആയിട്ടുണ്ടെങ്കിൽ കണ്ണാ നിന്റെ ഓടക്കുഴൽ എന്ന് പറയാൻ പോണേക്ക് മുമ്പ് അതിഗംഭീരമായ ഓടക്കുഴൽ വിളി ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാണ്. മൃദംഗം വായിക്കണതും എന്തൊക്കെയോ വാദ്യങ്ങൾ വായിക്കണതും എന്തൊരു ആനന്ദമാണ് എനിക്കുണ്ടായെന്ന് അറിയില്ല. എൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകി. പുറകിൽ വന്ന അനവധി ആൾക്കാരത് കേട്ടു, ചിലർ കേട്ടില്ല. ആത്മാർത്ഥയോട് വിളിച്ചാൽ ഇന്നും കണ്ണൻ കൂടെയുണ്ട്. അതാണ് കണ്ണൻ, അതാണ് കണ്ണൻ. എന്ത് കൊടുത്താലും മതി. തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു ഏട്ടനുണ്ട്. അവിടെ ഒരു വലിയ ക്ഷേത്രമൊക്കെ വന്നിട്ട് ഇപ്പോൾ ഭഗവതിയുടെ മടിയിലാണ് കണ്ണൻ ഇരിക്കണേ. ആ കണ്ണൻ ഇത്ര നീളമുള്ളൂ ആകെ. ആ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും കേൾക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ആ മാധവേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ മാധവേട്ടൻ്റെ മകൾക്ക് കണ്ണിന് എന്തോ ചെറിയൊരു അസുഖം വന്നിട്ട് അത് ചികിത്സിക്കാൻ വേണ്ടി ഒരു വൈദ്യരും ഞാനും ഏലൂർ ബിജു എന്നൊരു പാട്ടുകാരനുണ്ട്, അദ്ദേഹം കൂടി കാറിൽ പോവുകയാണ്. വൈദ്യരും ബിജു മുമ്പിൽ ഇത് വർത്താനം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും പ്രോഗ്രാമായിട്ട് ക്ഷീണത്തിൽ ഞാൻ പതുക്കെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഏട്ടാ ഒരു വിളി കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആരെ വിളിച്ച്? അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ വേറെ ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് കൂടെ സംസാരിക്കുമ്പോൾ ഏട്ടാ എനിക്ക് ചോക്ലേറ്റ് വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് മനസ്സിലാവില്ല എനിക്ക്. ഞാൻ ആർക്കാ ചോക്ലേറ്റ് വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉറങ്ങിപ്പോന്നു. ഏട്ടാ ചോക്ലേറ്റ് വേണം കേട്ടോ. കുറച്ച് സീരിയസ് ആയിട്ട് ശബ്ദം. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാട്ടോ. പിന്നെ ഞാൻ വീണ്ടും നോക്കി, ആരെയും കാണുന്നില്ല. വീണ്ടും ഉറങ്ങുമ്പോൾ ഒരാളിങ്ങനെ ഞൊണ്ടിയ പോലെ ഫീൽ ചെയ്തു. എനിക്ക് ചോക്ലേറ്റ് വേണം കേട്ടോ എന്ന് പറഞ്ഞു. ആരെയും കാണുന്നില്ല, കാറിലൊന്നും ആരുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും ചോദിച്ചു. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലോ. ഉച്ചയോടെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് എത്താറ്. ഇപ്പോൾ ഒരു ഹോട്ടലിലും ഒരു വണ്ടി നിർത്തി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ബില്ല് കൊടുത്തത് ഞാനായിരുന്നു. അത് കഴിഞ്ഞ് ബാലൻസ് ക്യാഷ് തന്നു. ബാലൻസ് ക്യാഷ് കിട്ടി. അത് പോക്കറ്റിലിടുമ്പോൾ അവർ ചോദിക്കുക ആ കടയിലാള് അപ്പോൾ ചോക്ലേറ്റ് ഒന്നും വേണ്ടേ ചോദ്യം.
ഭീഷണി പോലെ. നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായി. എനിക്ക് ചോക്ലേറ്റ് വേണ്ടെന്ന് ഒരാൾ പറഞ്ഞേക്കല്ലേ. ഞാൻ നോക്കുമ്പോൾ അയാൾ ആ കടയിൽ ആ ഹോട്ടലിൽ ഒരു 6 or 7 പെട്ടിയിൽ നിറച്ച് ചോക്ലേറ്റ്സ് ഇരിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ കൊടുത്തു, ഭ്രാന്ത് പോലെ ചോക്ലേറ്റ് വേണമെന്ന് തോന്നുന്നു. അതിൽ ഓരോ പെട്ടിന്ന് വാരി 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 ഒന്നും വേണമെന്നില്ല, വാരി 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 ചോക്ലേറ്റ് എടുത്ത് തന്നു. അത് പേപ്പറിലാക്കി പൊതിഞ്ഞ് ഇതും കൊണ്ട് മാധവേട്ടനിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ മാധവേട്ടന് 2 മക്കളുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം അവർ കൊച്ചു കുട്ടികളായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചോക്ലേറ്റ് വേണമെന്ന്, അത് എനിക്ക് ഫീൽ ചെയ്തതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ അവരൊക്കെ വലിയ കുട്ടികളാണ്. അവിടെ ചെന്ന് ഇവർ മുറുക്കുന്നു, കഥ പറയുന്നു, കാപ്പ് കുടിക്കുന്നു, വർത്തമാനം പറയുന്നു. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ മുമ്പിലൊരു വാതിലടച്ചൊരു റൂമുണ്ട്. അവിടെ നിന്ന് ആരോ എന്നെ പിടിച്ച് വലിക്കുക, കസേര വലിഞ്ഞു പോകണമെന്ന് തോന്നുന്നു, എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കണം പോലെ തോന്നുക. ഞാൻ ചോദിച്ചു, ആ റൂമിൽ എന്താണുള്ളത് ചോദിച്ചു. ഒന്നുമില്ല. ആ റൂമിൽ ആരാണല്ലേ ചോദിച്ചു ഞാൻ വീണ്ടും. അപ്പോൾ പറഞ്ഞു, മാധവന് ഓടി എന്ന് പറഞ്ഞു, ആ റൂമിലല്ലേ നമ്മുടെ കണ്ണനുള്ളത്, ആ റൂമിലാണ് എൻ്റെ തേവാരപ്പരയിലെ കണ്ണനുള്ളത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ കണ്ണൻ പിടിച്ച് വലിക്കേണ്ട ഈ കണ്ണനാണ് എൻ്റെ മടിയിൽ ആ പേപ്പറിൽ നിറച്ച് ചോക്ലേറ്റ് ഇരിക്കുക. ഞാൻ എൻ്റെ ഷർട്ട് എങ്ങനെ വലിച്ചു ഊരി നേരെ പുറത്തേക്ക് ഇറങ്ങി കൈ കാലും കഴുകി ആ ചോക്ലേറ്റുമായിട്ട് ഓടി എടുത്തതിലും എൻ്റെ വിചാരം ഒരു വലിയ കണ്ണൻ്റെ പ്രതിമ ഉണ്ടാവുന്ന. അപ്പോൾ ആ വിരലിൻ്റെ അത്രയും പൊക്കമുള്ളൊരു കണ്ണൻ, ആ കണ്ണനിലേക്ക് ആ ചോക്ലേറ്റ് മുഴുവൻ ഞാൻ വർഷിച്ചു. പിന്നെ ഇപ്പോൾ ആ കണ്ണനെ കാണാൻ പോകുന്ന ഒരു ചോക്ലേറ്റുമായിട്ടാണ് പോകാറത്രേ. ആ ചോക്ലേറ്റ് ഒരുപാട് പോലെ ആയി തീർന്നിട്ടത്രേ. കണ്ണൻ അങ്ങനെയൊന്നുമില്ല. ഇന്നാണ് കണ്ണൻ ജീവിക്കണമെങ്കിൽ കണ്ണന് വെണ്ണയേക്കാൾ ഇഷ്ടം ചിലപ്പോൾ ഐസ്ക്രീം ആയിരിക്കും, അല്ലേ? എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ കണ്ണനെ സ്നേഹിക്കണോ അതുപോലെയാണ് കണ്ണൻ. കുട്ടിയായിട്ട് സ്നേഹിച്ചോളൂ. ഒരമ്മ എന്നും ജോലിക്ക് പോകുമ്പോൾ പറയും, കണ്ണാ വികൃതി ഉണ്ടാക്കാണ്ട് മിണ്ടാണ്ട് പിടി നോളട്ടെ, ഞാൻ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണ്ടെങ്കിൽ ആട്ടിയുടെ പൂരായിരിക്കും, അത് പേടിപ്പിച്ച് പോകും. ആ അമ്മ പറഞ്ഞത് പേടിച്ചിരിക്കണ കണ്ണനാണ്. ഒരു ഏട്ടൻ പായസമൊക്കെ ഉണ്ടാക്കി എൻ്റെ കണ്ണന് നേദിക്കുമ്പോൾ മധുരമിടില്ല അത്ര. എന്താണോ എൻ്റെ കണ്ണന് ഷുഗർ വന്നാലോ അത് പേടിച്ചിട്ടോ അതിനെ മധുരമിടില്ല. ആത്മാർത്ഥത നോക്കും. എപ്പോൾ നോക്കിയാലും ഈ ലഡുവും ജിലേബിയും ഒക്കെ തിന്നുണ്ടാവും, ഒരു കൺട്രോളില്ല അവന്. പിന്നെ ഞാനും കൂടി പായസം കൊടുത്ത് മധുരം ഇട്ട് അതിന് ഷുഗർ വരണ്ടാന്ന് വിചാരിച്ചിട്ടാ. സ്നേഹമാണ്. ആലോചിച്ചു. കുട്ടിയായിട്ട് കണ്ണനെ കാണാം, ഏട്ടനായിട്ട് കാണാം. കൃഷ്ണം വന്ദേ ജഗൽ ഗുരും, ഈശ്വര ഗുരുവായിട്ട് കാണാം, കാമുകനായിട്ട് കാണാം, ഭർത്താവായിട്ട് കാണാം. എങ്ങനെ വേണമെങ്കിൽ കണ്ണനെ കാണാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോണത്, ഈ കുറുമ്പിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് കണ്ണനെങ്കിൽ അടുത്തൊരു വൈസ് ചാൻസലറുണ്ട്, രാധാറാണി, ബർസാന കൊട്ടാരത്തിലെ രാജകുമാരി. ലോകം മുഴുവൻ കണ്ണൻ അപഹരിച്ചപ്പോൾ ആ കണ്ണന്റെ മനസ്സിനെ കണ്ണൻ കാണാതെ അപഹരിച്ചവൾ, കണ്ണന്റെ ഓടക്കുഴൽ മോഷ്ടിച്ചവൾ. നമുക്കെല്ലാവർക്കും അറിയണ കഥകൾക്കപ്പുറത്ത് ഒരുപാട് കഥകൾ വൃന്ദാവനത്തിലെ മണൽത്തരികൾക്ക് പറയാനുണ്ട്, വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് പറയാനുണ്ട്, വൃന്ദാവനത്തിലെ ഗോപന്മാർക്ക് ആ രാധാറാണിയെ കുറിച്ച് പറയാനുണ്ട്. നമുക്കറിയണ കഥ എന്താ? കണ്ണൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച കഥയല്ലേ? കണ്ണന്റെ വസ്ത്രം മോഷ്ടിച്ച കഥ അറിയാമോ നിങ്ങൾക്ക്? അറിയോ? ഒരു ദിവസം കണ്ണൻ ഓടക്കൊള്ളു വായിക്കുന്ന ശബ്ദം കേട്ട് ഗോപികമാര് പശുവിനെ കറന്ന് പാല് മുഴുവൻ പോവുക, പാത്രം നിറഞ്ഞ്. ആ വേണുനാഥം കെട്ടി നിന്ന് കറന്നുകൊണ്ടിരിക്കുക. 1 മണിക്കൂറേ കിടക്കാൻ തുടങ്ങിയിട്ട് തൊഴുത്ത് മുഴുവൻ പാലാ, പാത്രം നിറഞ്ഞു പോയി. അടുക്കളയിൽ അരി തിളപ്പിക്കണവർ അരി തിളച്ച് പുറത്ത് പോകണം, അറിയണില്ല അവര്. അവിടുത്തെ അമ്മമാരും, നീ എന്താ കാട്ടണേ? ഞാൻ ഓടക്കൊള്ളിൽ ഒന്നവിടെ തന്നാണ്ടല്ലോ, ഓടക്കൊള്ളിൽ ഗോപികക്കുട്ടി ചിരിക്കണ കണ്ടോ അവളെ കിണ്ടി നോക്കി. അവരാലോചിച്ചു, ഈ കണ്ണന്റെ ഓടക്കൊള്ളി ഒന്നുകിൽ രാത്രി ആയാൽ കുഴപ്പമില്ല, നമ്മൾ വാതിലൊക്കെ അടച്ച് കിടക്കുക, കണ്ണടച്ച് കിടക്കുകയാണോ ഉറങ്ങുകയാണോ ഓടക്കൊള്ളി കേൾക്കണോ ആരും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഈ ഓടക്കൊള്ളി മോട്ട് അവിടുന്ന് അടിച്ചു മാറ്റണം. കണ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കൊള്ളി അടിച്ചു മാറ്റാൻ ആർക്കാവും പറ്റുക? ലോക കള്ളനല്ലേ. അപ്പൊ രാധ പറഞ്ഞു, ഇന്നേക്ക് 10ാം ദിവസം കണ്ണന്റെ ഓടക്കുഴൽ എൻ്റെ കയ്യിലുണ്ടാവും. രാധ വ്യത്യാസം തന്നെ കണ്ണനെ എടുത്തിരിക്കുന്നു. കണ്ണനെ കണ്ടപ്പോൾ, രാധയെ കണ്ടപ്പോൾ കണ്ണന് സന്തോഷമായി. ചോദിച്ചു, എന്താ രാധയെ വന്നേ? അതെ കണ്ണ, എന്നെ ഓടക്കുഴൽ പഠിപ്പിക്കുക. പെൺകുട്ടികൾ ഓടക്കുഴൽ പഠിച്ചാൽ നന്നാവില്ല, വീണ പഠിച്ചു. എനിക്ക് ഓടക്കുഴലാണ് പഠിക്കണ്ടേ. വീണ പഠിച്ചോളൂ. എനിക്ക് വീണ എടുത്ത് പൊക്കാനും കൂടി പറ്റില്ല കണ്ണ. ഞാൻ രാധയും വീണയും കൂടി ഞാൻ എടുത്തുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിക്കോളാം. പോരെ, അങ്ങനെ സൂത്രമൊന്നും വേണ്ടതാ എന്ന് പറഞ്ഞു. നിനക്ക് ഓടക്കുഴൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഓടക്കുഴൽ ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കാറില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട്, ഞാൻ പോയി പഠിച്ചോളാം.
അവിടുത്തെ എല്ലാ ഗോപന്മാർക്കും ഓടക്കുഴൽ കഴിക്കാൻ അറിയാം. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. സെൻറ്റിമെൻറ്റിൽ വീഴാത്ത ഒരാണുങ്ങളും ഇല്ല. പെണ്ണുങ്ങൾ സെൻറ്റി അടിച്ചാൽ വേണമെങ്കിൽ പഠിച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. എനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല പറഞ്ഞാൽ മതി. ഭാര്യമാർ പറയല്ലേ ഭർത്താവിനോട്, എനിക്കൊരു പട്ടുസാരി മേടിച്ച് തരും. പിന്നെ പട്ടുസാരി വേണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ എനിക്കൊന്നും മേടിച്ച് തരാൻ ഇവിടെ ആരുമില്ലല്ലോ. പട്ടുസാരിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഈ കൊള്ളില്ല കൊടുത്തോണ്ട് നടന്നോളാം, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട, നിങ്ങളുടെ പട്ടുസാരി വേണ്ട, ഞാൻ മേടിച്ചു തരാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ. എല്ലാവരും പട്ടുസാരി കൊടുത്തോണ്ട് ഞാൻ ഈ കൊള്ളില്ലാത്ത കൊടുത്തു, ഞാൻ മേടിച്ചു തരാം, വേണ്ട. അവസാനം എന്നെ വിളിച്ച് കാറ് കയറ്റി കൊണ്ടുപോയി 2 പട്ടുസാരി ഒരു ചുരിദാറും മേടിച്ചു കൊടുക്കും. സെൻറ്റിയാണ്, സെൻറ്റിൽ വീഴാത്ത ആൾക്കാരില്ല. കണ്ണൻ്റെ അടുത്തോട് സെൻറ്റി അടിച്ചു വരാതാ. എന്താ പറഞ്ഞേ? വേറെ ഒന്നല്ല, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഏതെങ്കിലും വേണ്ട, ഞാൻ ഓരോരിടത്തും പഠിക്കണില്ല. ഞാൻ ഓടക്കൊള്ളി പഠിക്കാനുള്ള മോഹം ഉപേക്ഷിച്ചു പോരെ കണ്ണാ, ഞാൻ പഠിപ്പിച്ചു തരാൻ. അതെ വേണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം, ഇരിക്കുമോ വിളിച്ചിരുത്തി. കണ്ണൻ ഓടക്കൊള്ളി പാടിക്കൊടുക്കുക. രാധ പറഞ്ഞ കൊള്ളാം, തരൂ. അത് തരില്ല. പാട്ട് പാടും ആദ്യം. എത്ര പാടിയിട്ടും ഓടക്കൊള്ളി കൊടുക്കുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എല്ലാ ദിവസവും പാട്ടാണ്. പിന്നെ കൂടി കൊടുക്കുന്നു. ഓടക്കൊള്ളി കിട്ടണില്ല. 10ാം ദിവസമായപ്പോ തീരുമാനിച്ചു എന്തായാലും ഇനി ഈ കണ്ണനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ 10ാം ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് രാധ വന്നത്. അപ്പൊ കണ്ണൻ അവിടെ തുളസിക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. രാധ ചോദിച്ചു, കണ്ണാ ഇന്ന് ക്ലാസ്സില്ലേ? ദേ അവിടെ ഓടക്കോളി ഇരിക്കണ്ട്, നീ എടുത്ത് വായിച്ചോ. രക്ഷാൻ പറ്റില്ലേ? കണ്ണൻ്റെ ഓടക്കോളി പഠിക്കാനൊന്നും അല്ല രാധ അവിടെ ഓടക്കൊട്ട് അടിച്ചു മാറ്റാനാ. ഓടി രാധ ഓടക്കോളി എടുത്തുള്ള ഒറ്റ ഓട്ടം. കണ്ണൻ പറഞ്ഞു, രാധേ നിക്ക്, ഓടക്കോളി കൊടുക്കണില്ലേ. ഓടി യമുനയുടെ തീരത്തെത്തി, യമുനയുടെ അക്കരയ്ക്കെത്തി രാധ. കണ്ണൻ പറഞ്ഞു, രാധേ ഓടക്കോളി നിങ്ങൾ നീന്തി വാ. നല്ല വസ്ത്രമൊക്കെ, പൗർണമിയാണെന്ന് നല്ല വസ്ത്രം ധരിച്ചേക്കുക കണ്ണൻ. ആ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചു, പുതിയ വസ്ത്രമല്ലേ. എന്നിട്ട് പുഴ നീന്തി. രാധ അതികൂടെ ഓടി ഇങ്ങോട്ട് വന്നു. നീന്തനേക്കാൾ സ്പീഡിൽ ഓടിയെത്താലോ. ഇവിടെ വന്നപ്പോൾ കണ്ണൻ പറയാ, രാധേ ഓടക്കൊള്ളു തരൂ. ഓടക്കൊള്ളല്ല, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. രാധ എന്ത് ചെയ്തെന്ന് അറിയോ? കണ്ണൻ്റെ കംപ്ലീറ്റ് ഡ്രസ്സ് കൊടുത്തിട്ട് ആലിൻ്റെ മുകളിൽ കൊണ്ട് കെട്ടി വെച്ചു. കണ്ണൻ പറഞ്ഞു, രാധേ വസ്ത്രം തരൂ. തരില്ല കണ്ണ, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ തന്നെ വേണമല്ലോ, ഇങ്ങനെ കയറി വരും എന്നാൽ തരാം. എന്താ നീ ഇങ്ങനെ കാട്ടണേ? കുറച്ച് ദിവസം മുമ്പേ ഇവിടെ കുറച്ച് ഗോപികമാരിൽ നിന്ന് കരഞ്ഞില്ലേ നിന്നോട്? കണ്ണാ വസ്ത്രം തരുമോ? ഇങ്ങനെ കയറി വരൂ എന്നല്ലേ നീ പറഞ്ഞേ? എങ്ങനെയാ കണ്ണാ ഞങ്ങൾ കയറി വരിക? അപ്പൊ നീ എന്താ പറഞ്ഞേ? 2 കൈയും ഉയർത്തി തൊഴുത് പിടിച്ച് കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജന വല്ലഭായ നമ, ഓം പരായ നമ, ഓം പരംപുരുഷായ നമ എന്ന് പറഞ്ഞു വരൂ എന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞു തരാം മന്ത്രം. ഓം ശ്രീരാധ രാധിക കൃഷ്ണവല്ലഭ കൃഷ്ണ സംയുത വൃന്ദാവനേശ്വരി കൃഷ്ണപ്രിയ മദനമോഹിനി ശ്രീമതി കൃഷ്ണകാന്താജ കൃഷ്ണാനന്ദ. ചൊല്ലിക്കോളൂ. കണ്ണൻ പറഞ്ഞു, രാധേ എന്നെ ഇങ്ങനെ കുഴപ്പത്തിലാക്കരുത്, കയറി വരൂ. നിന്നെ ഞാൻ പറ്റിക്കണില്ല, നീ ചെയ്ത അത്ര ക്രൂരത ഞാൻ നിന്നോട് ചെയ്യണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? രാധ കണ്ണൻ്റെ വസ്ത്രം മുഴുവൻ എടുത്ത് അണിഞ്ഞിട്ട് രാധയുടെ വസ്ത്രം നിലത്തേക്ക് ഇട്ട് കൊടുത്തു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചുരിദാറും ടോപ്പും ഒക്കെ ആയിരിക്കും. പാവം കണ്ണൻ ഇതെങ്ങനെ ഇടണമെന്നും കൂടി അറിയില്ല. അതിന് അതൊക്കെ വലിച്ചു കെട്ടി വള്ളിയൊക്കെ കെട്ടി ഇതൊക്കെ റെഡിയാക്കി അങ്ങോട്ടും കൂടെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു പെൺകുട്ടി. രാധ കണ്ണൻ്റെ വേഷം കഴിഞ്ഞ് ആ യമുനയുടെ തീരത്ത് ആ നിലാവുള്ള സന്ധ്യയിൽ അവിടെ നിന്ന് ഓടക്കുള്ളു വായിച്ചു. ഈ കണ്ണൻ പഠിപ്പിച്ചു കൊടുത്ത് മുഴുവൻ വായിച്ചോടെ. ഗോപികമാർ ഓടി വന്നിട്ട് ഈ തലമുടിയും ഈ ഓടക്കുള്ളിലും കണ്ണൻ്റെ കിരീടമൊക്കെ കണ്ടപ്പോൾ ഇത് കണ്ണനാണെന്നാണ് വിചാരിച്ചത്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പുറകിൽ കൂടെ എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ രാധക്കുട്ടി നിൻ്റെ ഓടക്കുഴൽ അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു. രാധയ്ക്ക് മാറ്റാൻ പറ്റിയില്ല. രാധ പറഞ്ഞു, മാറ്റാതിരിക്കണമെങ്കിൽ ഞാൻ രാധയല്ലാതിരിക്കണം. ഇന്നും ബൻസി ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠയുണ്ട് വൃന്ദാവനത്തിൽ. കണ്ണൻ്റെ ഓടക്കുഴൽ അടിച്ചു മാറ്റിയ രാധയുടെ പ്രതിഷ്ഠ. എന്താ സാധിച്ചതെന്നറിയോ? ഈ ഗോപികമാരുടെ മനസ്സിൽ കണ്ണനോടുള്ള ഒന്നും ആഗ്രഹിക്കാത്ത പ്രേമം ഉണ്ടായിരുന്നു. ഒന്നും വേണ്ടിയിട്ടല്ല. കണ്ണൻ നമ്മുടെ മുമ്പിലേക്ക് ഓടി വരിക, പീലി തിരുമുടിയൊക്കെ ചാർത്തി ഓടക്കുഴലൊക്കെ പിടിച്ചിട്ടൊന്നും ആയില്ല.
കൊച്ചുകുട്ടിയുടെ രൂപത്തിലായിരിക്കും. ഒരു ദിവസം ഗോപികമാരും കണ്ണനും എല്ലാവരും കൂടിയിട്ട് പശുക്കളെ മേയ്ക്കാൻ പോയിട്ട് ഊണ് കഴിക്കായിരിക്കും ഉച്ചയ്ക്ക്. അപ്പം എല്ലാവരുടെ പൊതിച്ചോറാണ്, എല്ലാവരും ചോറ് കഴിക്കും. എല്ലാവരും ചോറും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് എല്ലാവരും കൂടി കണ്ണന് വാരി കൊടുക്കും. എന്നിട്ട് അവർ ഊണ് കഴിക്കും. അപ്പം എല്ലാവരും ചോറ് കൊണ്ടുവന്ന് പോകാൻ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ തന്നാൽ എനിക്ക് ഉണ്ണാൻ പറ്റില്ല. നാളെ ആരെങ്കിലും ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ, ഏറ്റവും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആരെനിക്ക് തരണോ ആ ചോറ് ഞാനുണ്ട്. മാത്രമല്ല അവർക്ക് എൻ്റെ സമ്മാനമുണ്ട്. എന്താ സമ്മാനമല്ലേ? ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരും. ഇവിടെയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കൂ നാളെ ഗുരുവായൂർ വെച്ച് പറഞ്ഞേക്കാം. ഗുരുവായൂർ തന്നെ അനൗൺസ്മെന്റ്. അവിടെ കേൾക്കില്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ ഉച്ചപൂജ നടയടച്ച വിവരം ഭക്തജനങ്ങളെ അറിയിച്ചു കൊടുക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ പെട്ടതിൽ അനൗൺസ്. കൃഷ്ണ ഗുരുവായൂരപ്പ നാളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടു തരുന്നതൊക്കെ ഈ തിരുനട തുറന്ന് ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കവിളത്ത് ഉമ്മ തരുന്നതാണ് കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് കേട്ടുന്നിരിക്കും. നമ്മളെന്തായിരിക്കും അവസ്ഥ? ഭഗവാൻ ഇറങ്ങി എന്നിട്ട് പറഞ്ഞേക്കാൻ വിചാരിക്കുക. നിങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ഇവിടെയുള്ളവർ ഈ ഉത്സവം പ്രമാണിച്ച് ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏട്ടൻ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ അഞ്ച് ദിവസമായി പേപ്പർ വായിച്ചിട്ട് എന്താ നടക്കണേന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഗോപികമാർക്ക് രാത്രി ഉറക്കമില്ല. കഷ്ണം നുറുക്കണോ, ഓലനുണ്ടാക്കണോ, അവിയലുണ്ടാക്കണോ, പാളനുണ്ടാക്കണോ, കഴിച്ചു നോക്കണോ, ഒരു സാധ്യമില്ല. പിന്നെ ഉണ്ടാക്കുക ഏറ്റവും ടേസ്റ്റി ഫുഡാണ് കണ്ണന് കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാവരും കാലത്ത് 10ഉം 20ഉം പാത്രമൊക്കെ ചുമന്നിങ്ങനെ പോവുക കണ്ണൻ്റെ അടുത്തേക്ക്. ആ പോണ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടാവുക അല്ലേ? ആരാ ഉണ്ടാവുക? ഗോപികമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാ? രാധ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. രാധാറാണി പോകുമ്പോൾ വഴിയിലൊരു കാഴ്ച കണ്ടു. ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ അമ്മയുടെ മടിയിലിരുന്നു. അതിന് മുമ്പിൽ ഇലയിൽ കുറേ വിഭവങ്ങളൊക്കെ വിളമ്പിയുണ്ട്. ചോറുണ്ട്, അത് കഴിക്കുന്നില്ല. എന്താ കഴിക്കാത്തത് ചോദിച്ചു രാധ. അപ്പോൾ പറഞ്ഞു, ഇത് ഇന്നലെ ഇവിടെ ഒരു സദ്യ ഉണ്ടായിരുന്നു, മിനിയാണ്. അതിൻ്റെ വേസ്റ്റ് ഇലയാണ്. ആ ഇല ഞാൻ കൊച്ചിന് കൊണ്ടുവച്ച് കൊടുത്തേക്കുക. ഒന്നുമില്ല കൊച്ചിന് കൊടുക്കാൻ. 3 ദിവസമായി കുട്ടി ഭക്ഷണം കഴിച്ചിട്ടേ വരും. എന്ത് ചെയ്യും? ആ ചോറാത്. രാധാറാണി ആലോചിച്ച്, ഞാനിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ കയ്യിൽ ഈ കണ്ണന് കൊടുക്കാനുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം മുഴുവനുണ്ട്. നമ്മളാണെങ്കിൽ ആ കുട്ടിയെ മൈൻഡ് ചെയ്യണം, നമ്മൾ പോകും അല്ലേ? നമുക്ക് നമ്മുടെ കണ്ണനാണ് വലുത്. രാധ വേഗം ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ട് ആ കൊച്ചുകുട്ടിയുടെ മുഖം കഴുകിച്ചു. ആ കുട്ടിയെ മടിയിലേക്ക് ഇരുത്തി ആ പാത്രം നിന്ന് എല്ലാ വിഭവവും പുതിയൊരു ഇല വെട്ടിക്കൊണ്ടുവന്ന് അതിന് വിളമ്പി കൊടുത്തു. കുട്ടി അതെല്ലാം കഴിച്ചു. സന്തോഷമായി മുമ്പേക്ക് ഉയർത്തു. അവൻ രാധയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോഴത്തേക്ക് ഒരാൾ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവരിക. എന്നിട്ട് ചോദിച്ചു, എന്താ കഞ്ഞിവെള്ളം ചോദിച്ചു രാധ. ഈ കുട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. എൻ്റെ വീട്ടിലൊന്നുമില്ല, ഇത് കഞ്ഞിവെള്ളമേ ഉള്ളൂ, അത് കൊടുക്കാൻ കൊണ്ടുവന്നതാ. രാധ ചോദിച്ചു, മോന് കഞ്ഞിവെള്ളം വേണോ? അപ്പം കുട്ടി പറഞ്ഞു, വേണ്ട, എനിക്ക് വിശക്കണില്ല, ഈ കഞ്ഞിവെള്ളം ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ കണ്ണനെ കാണാൻ ചെല്ലുമ്പോൾ ഫലവുമാം ഇലയുമാം അല്ലെ മലർക്കന്യ മണവാളൻ ഒക്കെയുമാകാം. എന്ത് കിട്ടിയാലും സന്തോഷമല്ലേ? ഒന്നുമില്ലാണ്ട് എങ്ങനെയാ പോവാ എൻ്റെ കണ്ണൻ്റെ മുമ്പിലേക്ക്? കുചേലും പോയില്ലേ? നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ അതെ ഈ കഞ്ഞിവെള്ളം കൊണ്ട് ചെല്ലുക. രാധയ്ക്കൊന്നും ഉറപ്പായിരുന്നു, അവിടെ ആര് കൊടുക്കുന്നതിനേക്കാൾ മോശമായ ഭക്ഷണം എൻ്റെ കയ്യിലാണുള്ളത്. അവിടെ ആർക്കുമ്മ കിട്ടിയാലും എനിക്കുമ്മ കിട്ടില്ല എന്ന ഉറപ്പ്. കഞ്ഞിവെള്ളമല്ലേ ഞാൻ കൊണ്ടു ചെന്ന്. അവസാനം ഒരു കളിയാക്കി ചോദിക്കുന്നുണ്ടാവും, ആരാ ഏറ്റവും നല്ല ഫുഡ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന ആളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം എന്നിവൻ പറയും ചിലപ്പോൾ. എന്ന് വിചാരിച്ച് കഞ്ഞിവെള്ളമായിട്ട് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ അറിയോ? അതാണ് നമ്മുടെ കണ്ണൻ. നമ്മൾ വേദനിച്ച അപ്പം അറിയുള്ളൂ. അടുത്ത നമ്മൾ കണ്ട കാഴ്ച ഒരു കരിമ്പടം പൊതിച്ചിരിക്കുക കണ്ണൻ. ആൾക്കാർ കൊണ്ട് ഫുഡ് കൊണ്ടുവന്നിട്ട്, കണ്ണാ ഇത് കഴിക്കൂ, കദളിപ്പഴം, നല്ല കാളൻ, കുറുക്ക് കാളൻ. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് പനിയാണ്, എനിക്ക് വയ്യ, ചോറുണ്ണാൻ വയ്യ, രുചിയില്ല. എന്നിട്ട് കരിമ്പടം പൊക്കിയിട്ട് ചോദിക്കുക, ഇവിടെ ആരെങ്കിലും കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ? ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടോ? അതാണ് കണ്ണൻ. ആളുകൾ വലിയ 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 വഴിപാടുകളൊക്കെ കണ്ണന് കൊണ്ട് കൊടുക്കും. ഒരമ്മ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒന്നും ഉണ്ടായില്ല, 2 മഞ്ചാടിക്കുരും കൊണ്ടുപോയേ. അവിടെ
മഹാരാജാവ് വന്നിട്ടുണ്ടായിരുന്നു 12 ആനകളെ ഭഗവാന് വഴിപാടായിട്ട് സമർപ്പിക്കാൻ. ആ തിരക്കിനിടയിൽ രാജാവ് വരുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ തട്ടി മരുന്നിടെ കൂടെ ഈ മഞ്ചാടിക്കുരു നിലത്ത് മറിഞ്ഞു വീണുപോയി. കണ്ണൻ ഓടി വന്ന് തപ്പു. അത് കണ്ണന് ഈ 15 ആനയൊന്നും വിഷയമല്ല, കണ്ണന് വേണ്ടത് ആ മഞ്ചാടിക്കുരു. അത്ര ഇഷ്ടമാണത്. അതുപോലെ കഞ്ഞിവെള്ളം വാരി കുടിച്ചു. നല്ല കരിമ്പടത്തിനകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് രാധയോട് സന്തോഷമായിട്ടോ കരിമ്പടം മാറ്റിയിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കഞ്ഞിവെള്ളമാണ്, എനിക്കിഷ്ടമായ ഫുഡ് തന്നുകൊണ്ട് അവർക്ക് സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കാൻ പോകാൻ പറഞ്ഞ് രാധയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു 2 കവിളിൽ. അപ്പം രാധ പറഞ്ഞു, ഇത് ബോണസാണ്, ഈ ഉമ്മ എനിക്ക് കിട്ടിയിരുന്നു. എപ്പോഴാണോ ആ കൊച്ചുകുട്ടി വഴിയിലിരുന്നത് കണ്ണനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വികൃതി കാട്ടിക്കൊണ്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഈ കണ്ണനായിരിക്കും. നമ്മൾ അറിയണത്, തിരിച്ചറിയാറാവുള്ളൂ. അപ്പോഴാ അത് സാർത്ഥകമാവുള്ളൂ. സമയം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കണ്ടോ? അപ്പോൾ അതാണ് കണ്ണൻ, അതാണ് കണ്ണൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഈ സ്നേഹത്തിന് വാല്യൂ കൂടുക. എനിക്ക് എല്ലാ കൊല്ലവും ഒരു പാൽപ്പായസത്തിൻ്റെ കഥയുണ്ട്. കുറേ ആൾക്കാർ യൂട്യൂബ് കാണുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർന്ന്. ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ, എടനാട് രാജൻ നമ്പ്യാർ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കയറാൻ പറ്റും. അതിൽ ധാരാളം കണ്ണൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കഥകൾ നമ്മുടെ അനുഭവങ്ങളാണ്. എന്നും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകും. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ കൊല്ലം പാഠകം ഉണ്ടാവും. അമ്പലത്തിനകത്ത് പ്രദക്ഷിണ വഴിയിൽ അറിയാലോ. അങ്ങനെ പാഠകം നടക്കുമ്പോൾ ഒരു കൊല്ലം പോയപ്പോൾ മിക്കവാറും കൊല്ലം എൻ്റെ ഭാര്യ ഉണ്ടാവാം എൻ്റെ കൂടെ. ഒരു കൊല്ലം പാഠകത്തിന് ചെല്ലുമ്പോൾ എല്ലാ ആൾക്കാരും പാഠകം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക സമയത്ത് ഉത്സവകാലത്ത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഈ പാഠകക്കാരുടെ എല്ലാവരുടെ പാഠകം കഴിഞ്ഞാൽ എൻ്റെ പാഠകം കഴിയില്ല, ഏറ്റവും അവസാനം എൻ്റെ കഴിയുള്ളൂ. ഞാൻ എൻ്റെ കണ്ണൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങി. അതൊക്കെ ഞാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പാഠവും കഴിഞ്ഞു. പക്ഷെ പാഠകത്തിന് ചെല്ലുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. എന്താണോ, അവൾ ഗർഭിണിയാണ്, എനിക്ക് ഇത്തിരി കണ്ണൻ്റെ പാൽപ്പായസം കിട്ടുമോ ഏട്ടാന്ന് ചോദിച്ചു. ഞാൻ പിന്നെന്താ, ഞാൻ മേടിച്ചു തരാമല്ലോ, എത്ര പായസം കൊണ്ട് മേടിച്ചു തരാം. മാത്രമല്ല ഈ ദേവസ്വത്തിലെ ഒരുപാട് ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ്, ഒന്നും മേടിക്കല്ലോ. പക്ഷെ പാഠകം കഴിഞ്ഞ് പായസത്തിൻ്റെ കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ, ഡബ്ബ കൗണ്ടറിൽ ചെന്നു. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ കഥ. ഡബ്ബ മേടിച്ചു ഞാൻ ഓടി ചെല്ലുമ്പോൾ കൗണ്ടർ അടച്ചു. എനിക്ക് അന്ന് രാത്രി തന്നെ പോകണം, കാരണം പിറ്റേ ദിവസം എനിക്ക് മദ്രാസിൽ പ്രോഗ്രാമിന് പോകണം. മദ്രാസിലെന്ന് തോന്നുന്നു, അത് നാട്ടിലാണോ അറിയില്ല. എന്തായാലും അന്ന് രാത്രി പോന്നേ പറ്റും. ഈ ഡബ്ബ മാത്രം എൻ്റെ കയ്യിൽ. ഞാൻ കൗണ്ടറിൽ ചെന്ന് പതുക്കുമുട്ടി, ഇത്തിരി പായസം, കൗണ്ടർ അടച്ചു. എനിക്ക് ഒരു പാത്രം പായസമൊന്നും വേണ്ട, ഞാൻ ചീട്ടെടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒരു സ്പൂൺ പായസം കിട്ടിയാൽ മതി, 1/4 ഗ്ലാസ് പായസം കിട്ടിയാൽ മതി, എനിക്ക് കുടിക്കാനല്ല. അവളിങ്ങനെ ആഗ്രഹം പറഞ്ഞിരിക്കുക. ഒരു പറഞ്ഞു ഒട്ടും പായസമില്ല. അയാൾ കൗണ്ടർ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ പാത്രം കഴുകി കമഴ്ത്തിയ പോലെ ഒന്നുമില്ല ഇതിൽ പറഞ്ഞു. എനിക്ക് സങ്കടം സഹിച്ചില്ല. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. എനിക്ക് ആ നോക്കി എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോൾ പായസം കൊണ്ടുവരുന്ന വെച്ചാൽ നിൽക്കുക, ഞാൻ ഡബ്ബയുടെ അതിലേക്ക് കയറി വേണ്ടല്ലോ. എനിക്ക് സങ്കടം സഹിച്ചില്ല. ഞാൻ അവിടെ നിന്ന് കണ്ണനെ വിളിച്ചു പറഞ്ഞു, കണ്ണാ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ കണ്ണാ? നിന്റെ കഥ പറഞ്ഞുകൊണ്ടെന്നാണോ തെറ്റ്? ഇവരെല്ലാവരും പറഞ്ഞാലും തീരില്ല, അതിനും അപ്പുറം ഞാൻ നിന്റെ കഥ പറയുന്നു പറഞ്ഞതാണോ തെറ്റ്? ഞാൻ സിനിമയ്ക്ക് പോയതാണോ? ഞാൻ നാടകത്തിന് പോയിട്ട് വൈകി വന്നിട്ടാണോ പായസം കിട്ടാണ്ട് പോയി? നിന്റെ കഥ പറഞ്ഞിട്ടല്ലേ കണ്ണ? ഒരു തുള്ളി പായസം അവർക്ക് കൊടുത്തില്ലല്ലോ കണ്ണ എന്ന് പറഞ്ഞ് കൗണ്ടറിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ഈ കണ്ണൻ്റെ കുസൃതി കാണും. ആ കൗണ്ടറിൻ്റെ വാതിക്ക് ഒരു തുള്ളി പായസം, അത് മതി ഇങ്ങനെ ആവി പറഞ്ഞു ഷൂ നടക്കുന്നത്, വികൃതിയാണ്. അപ്പം എനിക്ക് ചിരി തോന്നി. കണ്ണൻ തരാണ്ട് വിളിച്ചതല്ലേ, ദൈരിക്കുന്ന പായസം, ഞാൻ ഈ മോതിര വെല്ലുള്ള പായസം എടുത്തു, ഇത് ഞാൻ കൊടുക്കും. അപ്പം തന്നെ പറയില്ല കേട്ടോ കണ്ണ സമ്മതിച്ചാൽ കൊടുക്കാം. കാരണം ഇത് കൊണ്ട് ഇറങ്ങി ഞാൻ കാല് തെറ്റി മൂക്കുകുത്തി വീണ കഴിഞ്ഞില്ലേ, ഇത് ഞാൻ കൊടുത്തോട്ടെ കണ്ണ. 2 അടി മുമ്പോട്ട് വെക്കുകയല്ല, ഒരമ്മ ഓടി വരിക, ഞാൻ പാഠകം കേട്ടോട്ടോ, അസലായിട്ടോ മെടുക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈമ കിടന്ന് പിടിച്ചു. എന്നിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് തരട്ടെ, എനിക്ക് കരയണം.
ചിരിക്കണോ, തുള്ളിച്ചാടണോ, ഡബ്ബ വലിച്ചെറിയണോ, എന്താ ചെയ്യേണ്ടത് എനിക്ക് വല്ലാത്ത അവസ്ഥയില്ല. നമ്മൾ കണ്ണാ ഗംഭീരമായിട്ട് ഈ പാത്രം എന്ന് വെച്ച് നോക്കിയപ്പോൾ ആ പാത്രത്തിൽ കണ്ണൻ്റെ പടം ഒരുപാട് ദിവസം പറഞ്ഞു. എന്ത് ചെയ്യും? എൻ്റെ കണ്ണാന്ന് വിളിച്ചു. എനിക്കെപ്പോൾ സങ്കടവും ദേഷ്യമൊക്കെ അത് കളിപ്പിക്കുകയാണ്. ഞാൻ അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ വൈഫ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. കാര്യം അവളുടെ വിചാരം ഈ ഡബ്ബ അരച്ച് പായസാന്നാ. പാവം അവൾക്കറിയില്ലല്ലോ കണ്ണൻ്റെ സുഖമായിട്ട് എന്താണ്, കണ്ണൻ്റെ കുസൃതി കുറുമ്പ്. ഞാൻ കണ്ടാന്ന് വിളിച്ചു. വീണ്ടും വേഗം ഈ അമ്മ പറയാം, പായസം കഴിക്കണോ? ഞാൻ ചോദ്യമൊക്കെ പോലെ എൻ്റെ അകത്ത് കയറി. പായസം ഇത്ര പൊക്കമുള്ള 2 നിറച്ച് പായസം വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി പായസം വേണം. അമ്മ 1 കപ്പ് പായസം 1 കപ്പ് മുക്കിയെടുത്തു. ഇത്രയുള്ള കപ്പ് പായസം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാൽ ഗ്ലാസ് കിട്ടിയത് അവൾക്ക് കുടിക്കൂ, അല്ല അവൾക്ക് കുടിക്കൂ പായസം. ഞാൻ ആ പായസം അതിന് മുമ്പോ അതിന് ശേഷമോ, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏട്ടൻ്റെ വീട്ടിലാണ് വിശ്രമിച്ചത്. അവിടെ നിന്ന് എനിക്ക് പായസം ഞാൻ കാൽ ഗ്ലാസ് പോലും കഴിച്ചിട്ടില്ല. അത്ര കഴിക്കാൻ പറ്റില്ല പായസം. അപ്പോൾ ഈ കുടിച്ചില്ലെങ്കിൽ അമ്മ എന്നെ പിടിച്ച് തിന്നുമെന്ന് എനിക്ക് പേടി. കുടിക്കോ എന്നാണ് ദേഷ്യമാണ്. ഞാൻ പായസം കണക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ്. ഞാൻ ആ ഗ്ലാസ് മുഴുവൻ കുടിച്ചു, കപ്പ് മുഴുവൻ. ഇതും കുടിക്കോ? ഞാൻ ഇത് കുടിച്ചാൽ ഞാൻ ചത്തുപോകും. കുടിക്കോ? അങ്ങനെ ചാവട്ടെ എന്ന്. ഗുരുവായൂരപ്പൻ്റെ പായസം കുടിച്ച് ചത്തു എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമാനമല്ലേ? അതെ, എന്നാൽ ആയിക്കോട്ടെ. നമ്മൾ അതും കുടിച്ചു. അടുത്ത കപ്പെടുത്തു. ഞാൻ പറഞ്ഞു ഇനി എന്നെ കുടിപ്പിക്കരുത്. അപ്പോൾ പറഞ്ഞു ആർക്കാ കൊടുക്കണമെന്ന് പറയട്ടെ, അത് വിളിക്കുമെന്ന്. അവളെ വിളിച്ചു. അപ്പോൾ അവളൊന്നൊക്കെ അവൾ വിചാരിച്ച് ഈ ഉണ്ടാവ് നിറച്ച് പായസം ഏട്ടൻ മേടിച്ചു കൊടുത്തേക്കണമെന്ന് വിചാരിച്ചത്. ഏട്ടൻ ഇത്ര മേടിച്ചോ? ഞാൻ പറഞ്ഞു ഞാനൊന്നും അല്ല മേടിച്ചത്, ഞാൻ ആകെ തോണ്ടിയെടുത്ത് വരലുമേ. അത് ഈ അമ്മ മേടിച്ച് കളയുകയും ചെയ്തു. ഇപ്പം അമ്മ തന്ന പായസമാണ്. അമ്മ പറഞ്ഞു കണ്ണൻ തന്ന പായസമാണ്. മനസ്സിലായോ? ഓരോ കപ്പ് പായസം വെച്ച് എൻ്റെ കൂടെ വന്ന് എല്ലാവർക്കും 2-3 കപ്പ് പായസം വെച്ച് കൊടുത്തു. അതാണ് കണ്ണൻ്റെ കാരുണ്യം. അപ്പം നമുക്ക് വൃന്ദാവനത്തിലേക്കോ ഒന്നും പോകണ്ട, നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും.